जय कुंज बिहारी जय कुंज बिहारी गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी यशोदनन्दन व्रज जन यशोदानन्दन व्रज जन रञ्जना यशोदानन्दन व्रज जन रञ्जना यशोदानन्दन व्रज जन रञ्जना यमुना तीरावनचारी यमुना
श्री श्री कृष्ण बलराम की। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा। हरे कृष्णा
कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण श्री कृष्ण बलराम की हरे कृष्ण श्रील प्रभुपाद की ഇന്ന് നമ്മളുടെ വാസൊക്കെ കുറച്ചേക്ക് വാസ് അതല്ല ഈ സ്ഥാനല്ലേ ഇവിടെ ഒരു മൈക്കിന്റെ ഫ്രണ്ടിൽ വരണം. അതിനെടുത്ത് അങ്ങോട്ട് വെച്ചതാരാണ്? ആര്? നിങ്ങൾ രണ്ടുപേരും. അപ്പൊ തിരിച്ചെടുത്ത് വെക്കാത്തത് ഫ്രണ്ടിൽ പോകണം മൈക്കിന്റെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇപ്പൊ വോയിസ് കൂട്ട്, വോള്യൂം കൂട്ട്, ബാസ് കുറച്ച്. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാമോ? കേൾക്കാം. ഹരേ കൃഷ്ണ. ക്ലിയർ. സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ എന്താണ്? മെൽബൺ. കേൾക്കുന്നില്ല? അത് വർക്ക് ചെയ്യുന്നില്ല? അത് വർക്ക് ആവുന്നില്ല. അപ്പൊ ഇത്ര നേരം എല്ലാരും ഏറ്റുപാടിയതാ? ചുമ്മാ പാടിയതാണല്ലേ? ഹരേ കൃഷ്ണ. കുറച്ച് അങ്ങോട്ട് തിരിച്ചു. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാമോ? ഓക്കെ. 16 multiplied by 17 എത്ര? ജിഷാനാഥ് മാക്സിലിക്ക. ഓക്കെ. സോ ഇന്നത്തെ വിഷയം ശ്രീമദ് ഭാഗവതം വാമനമൂർത്തിയുടെ അവതാരമാണ്. സോ മൂന്ന് വിഷയം: 3 അടി മണ്ണും 3 വരദാനവും. നമുക്കെല്ലാവർക്കും അറിയാം, വാമനമൂർത്തി 3 അടി മണ്ണ് മേടിച്ചിട്ടാണ് മഹാബലിയെ ബന്ധിച്ചത്, അല്ലെങ്കിൽ ബലിചക്രവർത്തിയെ കീഴ്പ്പെടുത്തിയതും പരാജയപ്പെടുത്തിയതും 3 അടി മണ്ണ് ചോദിച്ചിട്ടാണ്. അതിന് തുല്യമായിട്ട് പിന്നീട് ലോകം അധികം സംസാരിക്കാത്ത, അധികം വിളംബരമില്ലാത്ത ഒരു ലീലയാണ് ആ 3 ചുവട് മണ്ണ് മേടിച്ചതിന്, 3 പാദം അളന്നെടുത്തതിന് പകരം വാമനമൂർത്തി അതേ ബലിചക്രവർത്തിക്ക് 3 വരദാനം കൊടുത്തു. സോ ദ്വാരക മാതാജി, ആ 3 വരദാനം എന്തൊക്കെയാണ്? 3 എണ്ണം. 1, ഹരിത. 3 എണ്ണം ഏതൊക്കെയാണ്? സിന്ധു മാതാജി, 3 എണ്ണം ഏതൊക്കെയാണ്? സൂരജ്, 3 എണ്ണം ഏതാണ്? സുതളം. സുതളത്തില് സൗണ്ട് പറ. ശരി, ആർക്കറിയാം?
സുതളത്തില് ഓക്കെ, അതായത് ഭഗവാൻ വാമനമൂർത്തി മഹാബലി ചക്രവർത്തി എടുത്ത് 3 അടി മണ്ണ് ചോദിച്ചു. അതെല്ലാവർക്കും അറിയാം. ആദ്യത്തെ ചുവടുവെപ്പിൽ പാതാള ലോകങ്ങൾ മുഴുവൻ ഭഗവാൻ അങ്ങനെ വികസിക്കാൻ തുടങ്ങി. നാഗലോകം, പിന്നെ പാതാള ലോകങ്ങൾ, സമുദ്രങ്ങൾ, മത്സ്യങ്ങളും ആഴത്തിലുള്ള സമുദ്ര ജീവജാലങ്ങൾ ഉള്ളതും, അങ്ങനത്തെ താഴോട്ടുള്ള 7 ഗ്രഹങ്ങൾ, ഗ്രഹ സംവിധാനങ്ങൾ, ഗ്രഹങ്ങളല്ല 7 ഗ്രഹ സംവിധാനങ്ങളും ഒറ്റ സ്റ്റെപ്പില് വാമനമൂർത്തി എടുത്തു. വീണ്ടും രണ്ടാമത്തെ ചുവട് വെപ്പിൽ മേലെ ഉള്ള 7 എണ്ണം ഉപരിലോകങ്ങൾ, ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, ഇന്ദ്രന്റെ മറ്റ് ദേവഗണങ്ങളുടെ ലോകം, ഋഷിഗണങ്ങളുടെ ലോകം, ബ്രഹ്മാവിന്റെ ഗ്രഹം വരെ ഒരു ചുവട് വെപ്പിൽ എടുത്തു. പിന്നെ മൂന്നാമത്തത് എവിടെ വെക്കണം എന്ന് ചോദിച്ചു. ബലിചക്രവർത്തി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. മൂന്നാമത്തെ ചുവട് വെച്ചു. ഇത് 3ഉം ഒരേ കാറ്റഗറിയാണോ? നമ്മളതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കും. ആ 3 സ്റ്റെപ്പ് എടുത്തതിന് പകരം വാമനമൂർത്തി അധികം പരസ്യമില്ലാത്ത രീതിയിൽ എല്ലാവരും മഹാബലി ചക്രവർത്തിയുടെ തലയ്ക്ക് വാമനമൂർത്തി കാല് വെച്ചു, 3 അടി മണ്ണിലെല്ലാം അപകരിച്ചു, മഹാബലിയെ പാതാളത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്നൊക്കെ ഒരു പരിഹാസ രീതിയിലാണ് പറയുന്നത്. പക്ഷേ ആ 3 അടി മണ്ണിന് തത്തുല്യമായ 3 വരദാനവും വാമനമൂർത്തി മഹാബലിക്ക് കൊടുത്തു. അതേ ഭാഗവതത്തിൽ തന്നെ ഇതും വിവരിക്കുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ ആരും വായിക്കില്ല. എല്ലാവരും ഈ ഒരു വശം മാത്രമേ വായിക്കുള്ളൂ, അല്ലെ? എത്ര പേർക്ക് അറിയാം 3 അടി മണ്ണ് മഹാബലി കൊടുത്തു വാമനമൂർത്തിക്ക്? അത് എത്ര പേർക്ക് അറിയാം? എല്ലാവർക്കും അറിയാം. അതിന് തുല്യമായി വാമനമൂർത്തി 3 അനുഗ്രഹം കൊടുത്തു. അത് എത്ര പേർക്ക് അറിയാം? പകുതി പേർക്കേ അറിയാം, അല്ലേ? അത് കേരള സർക്കാർ പ്രൊമോട്ട് ചെയ്യില്ല. ഇത് മാത്രം പ്രൊമോട്ട് ചെയ്യും. പാതാളത്തിൽ നിന്ന് ട്രെയിൻ വന്നു. പക്ഷെ പാതാളത്തിൽ എന്ത് സംഭവിച്ചു അതാരും പറയില്ല. 3 വരദാനമാണ് വാമനമൂർത്തി മഹാബലി ചക്രവർത്തിക്ക് കൊടുത്തത്. ആദ്യത്തെ വരദാനം, പാതാളത്തില് നിനക്ക് സുതളം എന്ന് പറഞ്ഞിട്ട് ദേവഗണങ്ങളുടെ ഗ്രഹങ്ങളെക്കാളും അതിമനോഹരമായ ഒരു ലോകം, ഒരു ഗ്രഹം നിനക്ക് സൃഷ്ടിച്ചു തരാം. ഇതുവരെ ഭൂമി കാണാത്തതും അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചം കാണാത്തതും എല്ലാറ്റിനെയുടെയും ഇന്ദ്രന്റെ അമരാവതിയെക്കാളും ശ്രേഷ്ഠമായ ഒരു ഗ്രഹം നിനക്ക് ഞാൻ പാതാളത്തിൽ സൃഷ്ടിച്ചു തരാം. എന്താണ് അതിന്റെ പേര്? സുതളം. ആദ്യത്തെ വരം. രണ്ടാമത്തെ വരം, മഹാബലി നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കേണ്ട, സങ്കടപ്പെടണ്ട. വീണ്ടും നീ അഥവാ ഭൗതിക പ്രപഞ്ചത്തിൽ ജനിക്കുമെങ്കിൽ നീ ഇന്ദ്രനായിട്ട് ജനിക്കും. ഈ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടും. അഥവാ വീണ്ടും നീ ജനിക്കുവാണെങ്കിൽ ഇന്ദ്രനായിട്ട് ജനിക്കും. രണ്ടാമത്തെ വരദാനം. മൂന്നാമത്തെ വരദാനം, അതെല്ലാം പോകട്ടെ, നീ ഇനി എത്ര യുഗസംവത്സരങ്ങൾ, എത്ര ദശലക്ഷം വർഷം നീ സുതളത്തിൽ നിൽക്കുമോ അത്രയും കാലം ഞാൻ നിന്റെ ദ്വാരപാലകനായിട്ട് ഞാൻ നിന്നെ സേവിക്കാം. ആരെ സേവിക്കാം? ഭഗവാൻ വാമനമൂർത്തി ആരെ സേവിക്കാൻ? മഹാബലിയെ സേവിക്കാം എന്ന് പറഞ്ഞു. അത് സാധാരണ വരമാണ്. കൃഷ്ണ ഭഗവാൻ വന്ന് പറയാ, നിങ്ങളുടെ വീട്ടിൽ വാതലിൽ ഞാൻ വന്ന് ഇനി ഉള്ള കാലം നിന്നോളാന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്. 3 വരദാനം കൊടുത്തു. ഈ 3 വരദാനങ്ങളില്
ഏതൊക്കെയാണ് ഭൗതികമായ വരം, ഏതൊക്കെയാണ് ആധ്യാത്മിക വരം? ഒന്നും കൂടെ 3 വരദാനം ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സുതളം സൃഷ്ടിച്ചു തരും. രണ്ടാമത്തത്, അടുത്ത ജന്മത്തിൽ ഇന്ദ്രപദവി കിട്ടും. മൂന്നാമത്തത്, ഞാൻ വന്ന് അങ്ങയുടെ സേവകനാകാം. ഈ 3 വരദാനത്തില് ഏതൊക്കെ വരദാനം ഭൗതികം, ഏതൊക്കെ വരദാനം ആത്മീകം? ഏത് ഭൗതികം, ഏത് ആത്മീകം? ആദ്യത്തെ 2 ഭൗതികം. നിനക്ക് സുതളത്തിൽ ഒരു ഗ്രഹം തരാം, ഇന്ദ്രപദവി തരാം, ഇതെല്ലാം ഭൗതികം. ആത്മീകം എന്താ? നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും, അത് ആത്മീകം. നോക്കിക്കോളൂ, ആദ്യത്തെ ചുവട് വാമണൻ എന്താ കൊടുത്തത്? ഫസ്റ്റ് സ്റ്റെപ്പില് മഹാബലി വാമനമൂർത്തിക്ക് എന്താ കൊടുത്തത്? ഫസ്റ്റ് എന്ത് കൊടുത്തു? 7 താഴോട്ടുള്ള ഗ്രഹങ്ങൾ, അതിന് ഈക്വൽ ആയിട്ട് ഒരു സുതളം എന്ന് പറഞ്ഞ ഒരു ഗ്രഹം, അതിന്റെ റിസൾട്ടാണ്. രണ്ടാമത്തത് മഹാബലി എന്ത് കൊടുത്തു? മുകളിലുള്ള 7, നിനക്ക് ഇന്ദ്രപദവി അടുത്തത് തരാം. മൂന്നാമത്തത് മഹാബലി എന്ത് കൊടുത്തു? തല കൊടുത്തില്ല. അതിന്റെ അർത്ഥം എന്താ? തല കൊടുത്തില്ല. അതിന്റെ അർത്ഥം എന്താ? ഭഗവാന്റെ മുമ്പേ കുനിഞ്ഞു കൊടുത്തപ്പോ എന്തിനാ കൊടുത്തത്? മഹാബലി തന്നെത്താനേ കൊടുത്തു. അപ്പൊ വാമനമൂർത്തി തിരിച്ചെന്ത് കൊടുത്തു? വാമനമൂർത്തി എന്ത് തിരിച്ചു കൊടുത്തു? എന്തെങ്കിലും മനസ്സിലായോ? ഇത് 3 അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായ എല്ലാവർക്കും? മഹാബലി ഇനി എനിക്ക് ഒന്നും തരാനില്ല എന്ന് സ്വയം കൊടുത്തപ്പോ വാമനമൂർത്തി എന്ത് ചെയ്തു? ഭഗവാൻ അങ്ങോട്ട് സ്വയം കൊടുത്തു. ഇതൊരു വളരെ മനോഹരമായ ഒരു ലീലയാണ്. ഈ ഒരു ലീലയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യം ഇവർ 2 പേർക്കും മത്സരം. ആ 2 പേർക്കാണ് ദേവേന്ദ്രനും മഹാബലി ചക്രവർത്തിക്കും. നന്മ തിന്മകളുടെ ഇടയ്ക്ക് എപ്പോഴും ഒരു യുദ്ധം, ഒരു മത്സരം നടന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ വേണോ വേണ്ടേ, ഇത് ശരിയാണോ ശരിയല്ലേ, തെറ്റായി പോയോ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണോ അങ്ങനെയാണോ വേണ്ടത് എന്ന് എപ്പോഴും ഒരു നന്മ തിന്മകളുടെ ഇടയിൽ എപ്പോഴും ഒരു യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ദേവന്മാർക്കും അസുരന്മാർക്കും ദൈത്യന്മാർക്കും ഉണ്ടായിരുന്ന ഒരു നിരന്തര യുദ്ധത്തിന്റെ തുടർച്ചയാണ് ദേവേന്ദ്രനും മഹാബലി ചക്രവർത്തിക്കും ഉണ്ടായ ഒരു യുദ്ധം. ദേവേന്ദ്രൻ ദേവന്മാരുടെ അധിപതിയും മഹാബലി ആരുടെ അധിപതിയാണ്? അസുരന്മാരുടെ അധിപതി. ഇങ്ങനെ യുദ്ധം നടന്നു. പക്ഷേ ബലിചക്രവർത്തിക്ക് ഗുരുവിന്റെ അനുഗ്രഹം ഇരുന്നത് കൊണ്ട് മഹാബലി എല്ലാവരെയും നിസ്സാരമായി തോൽപ്പിക്കുമായിരുന്നു. ബലിചക്രവർത്തിയുടെ ഗുരു ആരാണ്? ശുക്രാചാര്യർ. ശുക്രാചാര്യരുടെ അനുഗ്രഹം ആർക്കുണ്ടായി? ബലിക്ക് ഉണ്ടായി. അതേ സമയം ഇന്ദ്രന് ഗുരുവിന്റെ ശാപം കിട്ടി. എന്താണെന്ന് വെച്ചാല്, ഒരു തവണ യുദ്ധം ജയിച്ച് ദേവേന്ദ്രൻ സന്തോഷത്തോടുകൂടെ തന്റെ ഐരാവതത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഐരാവതം എന്ന് വെച്ചാൽ എന്താണ്? പൂച്ചയാണ്. ആനയുടെ പുറത്ത് 4 കൊമ്പുള്ള വെളുത്ത ഐരാവതത്തിന്റെ പുറത്ത് ദേവേന്ദ്രൻ യാത്ര ചെയ്യുന്ന സമയത്ത് കഥ മാറിപ്പോയി. ദേവന്മാരുടെയും അസുരന്മാരുടെയും യുദ്ധത്തിൽ ദേവേന്ദ്രൻ ജയിച്ച് അതിന്റെ ഒരു വിജയയോഗം, സക്സസ് പാർട്ടി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ. ആ സദസ്സിലേക്ക് ബൃഹസ്പതി കയറി വന്നു. ബൃഹസ്പതി ആരുടെ ഗുരുവാ? ദേവഗുരു. അസുരഗുരു ആരാണ്? ശുക്രാചാര്യൻ. ആ സമയം ബൃഹസ്പതി അകത്ത് കയറി വന്നപ്പോ ദേവേന്ദ്രൻ ബൃഹസ്പതിയെ സ്വീകരിക്കുകയോ പാദം അഭിഷേകം ചെയ്യുകയോ സൽക്കരിക്കുകയോ ഒന്നും ചെയ്തില്ല, നിസ്സാരമായി വിട്ടു. അദ്ദേഹം തന്നെ ആരും സ്വീകരിക്കാത്തത് കൊണ്ട് ചെറുതായി ഒന്ന് മനസ്സ് വിഷമിച്ച് ബൃഹസ്പതി അവിടെ ഇരുന്ന് പുറത്തുപോയി. വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് സംഭാഷണം ഒന്നും നടന്നില്ല. അദ്ദേഹം വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആർക്ക് മനപ്രയാസമുണ്ടായി?
ബൃഹസ്പതിക്ക് മനപ്രയാസമുണ്ടായി. ശിഷ്യനായ ദേവേന്ദ്രൻ ബൃഹസ്പതിയെ സ്വീകരിക്കുകയോ സൽക്കരിക്കുകയോ ചെയ്തില്ല, ബഹുമാനം കാണിച്ചില്ല. അതുകൊണ്ട് അതൊരു ശാപം, ഗുരുദോഷം, ഗുരുശാപമായി മാറി. ആ അതർ സൈഡ്, മറ്റു വശത്ത് ശുക്രാചാര്യരുടെ അനുഗ്രഹം ബലിചക്രവർത്തിക്ക് അധികമായി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ദേവഗുരു ബൃഹസ്പതിയുടെ അനുഗ്രഹം ഇന്ദ്രന് കിട്ടാണ്ട് പോയി. അതുകൊണ്ട് ആരുടെ കൈ ഉയർന്നുകൊണ്ടേയിരുന്നു? ആരാണ് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നത്? മഹാബലി ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഇന്ദ്രൻ താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇത് വളരെ പ്രധാനമാണ്. ആധ്യാത്മിക ജീവിതത്തില് നമ്മുടെ കഴിവുകൾക്ക് പ്രസക്തിയില്ല. ആരുടെ അനുഗ്രഹം വേണം? ഗുരു, മഹാബലിയുടെ, ഗുരുവിന്റെ അനുഗ്രഹം വേണം. ഗുരു കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഉയരാൻ സാധിക്കുള്ളൂ. ഗുരുവിനെ തൃപ്തിപ്പെടുത്താൻ, ഗുരുവിനെ പ്രീതിപ്പെടുത്താനുള്ള രഹസ്യം ഭക്തജനങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ ആധ്യാത്മിക നല്ല വളർച്ചയുണ്ടാകും. അപ്പോ ബലിചക്രവർത്തിയുടെ കൈ ഓങ്ങി ഉയർന്നു പോകുന്നു. മറ്റു വശത്തിൽ ഇന്ദ്രൻ തോറ്റു വരുന്നു. അങ്ങനെ ഒരു ദിവസം യുദ്ധത്തിന് ബലിചക്രവർത്തി അമരാവതി യുദ്ധമൊക്കെ ഫിക്സ് ചെയ്തു. ഇന്ന ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് അല്ലെ, ഡേറ്റും ടൈം എല്ലാം ഫിക്സ് ചെയ്തു. ബലിചക്രവർത്തി തന്റെ വലിയ സൈന്യം കൊണ്ട് നേരെ അമരാവതിയിലേക്ക് പോയി. അമരാവതി ആരുടെ സ്ഥലമാണ്? ചന്ദ്രബാബു നായിഡു, ആരുടെ? ഇന്ദ്രന്റെ സ്ഥലം. അവിടെ ചെന്നിട്ട് ബലിചക്രവർത്തി തന്റെ ശംഖം എടുത്തു മുഴക്കി. ആ ശംഖധ്വനി കേട്ട് ഇന്ദ്രൻ അങ്ങ് പേടിച്ചു പോയി. പതുക്കെ വീട്ടിന്റെ ബാക്ക് ഡോറിൽ കൂടെ ആള് ഓടി ഒളിച്ച് രക്ഷപ്പെടും. ഇന്ദ്രൻ ഒളിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മറ്റ് ദേവഗണങ്ങളെല്ലാം പല ദിശയിൽ ഓടി. യുദ്ധത്തിന് പോയ മഹാബലി ചക്രവർത്തി അവിടെ നോക്കിയപ്പോ രാജ്യമുണ്ട്, രാജാവിനെ കാണാനില്ല. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് യുദ്ധം ചെയ്യാനായിട്ട് ഇന്ദ്രൻ വരാത്തത് കൊണ്ട് ഒരു ചെറിയ ദേഷ്യം ബലിചക്രവർത്തിക്ക് തോന്നി. എന്ത് ചെയ്തു? ആ ഇന്ദ്രന്റെ അമ്മയുടെ ചെവിയിലുള്ള രണ്ടും പറിച്ചെടുത്തു. ഇന്ദ്രന്റെ അമ്മ സച്ചിദേവി, അവരുടെ ചെവിയിൽ വളരെ സ്പെഷ്യലായിട്ട് 2 കുണ്ടലം കമ്മലുണ്ടായിരുന്നു. ദേഷ്യം വന്ന ബലി അതിനെ പറിച്ചെടുത്തുകൊണ്ട് പോയി. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇന്ദ്രനെ തോൽപ്പിച്ചതിന് തുല്യമാണത്. ഇന്ദ്രന്റെ അമ്മയുടെ ചെവിയിലുള്ള ഇതെടുത്തുകൊണ്ട് പോയത്. പക്ഷേ അവിടെ ക്വസ്റ്റ്യൻ, മഹാബലി അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട് തെറ്റാണ്? എന്തുകൊണ്ട് തെറ്റാണ്? ഉപദ്രവിച്ച്. ശരി, സ്ത്രീകളെ ഉപദ്രവിച്ച? സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഉപദ്രവിക്കാമോ? ഉപദ്രവിക്കാം. അത് ശരി. ശരി. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ആചാര്യന്മാർ ചോദിക്കുന്നത്, ഇത്ര വലിയ പരമഭക്തനായ മഹാബലി, നവവിധ ഭക്തിയിൽ ശരണാഗതിക്ക് ഉത്തമ ഉദാഹരണമാണ് ആര്? മഹാബലി. പരമഭക്തൻ. ഇത്ര വലിയ ഭക്തനായ മഹാബലി ചക്രവർത്തി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാം? അപ്പോ അവിടെ തരുന്ന ആചാര്യന്മാർ തരുന്ന വിശദീകരണം, ചിലപ്പം ഭക്തന്മാരും തെറ്റ് ചെയ്യും. ഭക്തജനങ്ങൾ തെറ്റിന് അപ്പുറത്തുള്ളവരല്ല. പലപ്പോഴും നമ്മുടെ ജഡ്ജ്മെന്റിൽ അങ്ങനെ ഒരു കുഴപ്പം പറ്റാറുണ്ട്. ദീക്ഷയെടുത്തിട്ട് ദേഷ്യപ്പെടുന്നത് കണ്ടില്ലേ? അത് ഇടയ്ക്കൊക്കെ മനുഷ്യരില്ലേ, ദേഷ്യപ്പെട്ടെന്ന് വരും. 365 ദിവസം ദേഷ്യപ്പെട്ട ആളാണ് കുഴപ്പം. 365-ൽ 1-2 ദേഷ്യപ്പെട്ട അതൊരിക്കൽ വലിയ കുഴപ്പമല്ല. ഭക്തജനങ്ങൾക്കും എന്ത് പറ്റും? തെറ്റുകൾ പറ്റാറുണ്ട്. മഹാഭാരതത്തിൽ പാണ്ഡവർ ധർമ്മിഷ്ഠൻ, ധർമ്മപുത്രർ യുധിഷ്ഠിരൻ, ജീവിതത്തിൽ കള്ളം പറയാത്ത ആള്, ശാസ്ത്രം ലംഘിക്കാത്ത ഒരു മനുഷ്യൻ. അങ്ങനത്തെ ധർമ്മപുത്രരായ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ ഭഗവാന്റെ അനുവാദം വാങ്ങിക്കാതെ ചൂത് കളിക്കാൻ സമ്മതിച്ചത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ചെറിയ ചെറിയ തെറ്റുകൾ എല്ലാവർക്കും പറ്റാം.
സ്വന്തം വീട് പാല് കാച്ചിന് വേണ്ടി വിളിച്ചു. അങ്ങനെ ഒരാള് പാല് കാച്ചി പങ്കെടുക്കാൻ വന്നു. ദുര്യോധനൻ താഴെ വീണുപോയി. അത് നോക്കി ഒരേ ചിരി ദ്രൗപദി. ശരിയാണോ തെറ്റാണ്? നമ്മുടെ വീട്ടിൽ പാല് കാച്ചിന് വിളിച്ചിട്ട് പാവം ദുര്യോധനൻ വന്നപ്പോ സ്ലിപ്പായി വീണുപോയി. ചിരിയോടെ ചിരി, ടെറസിൽ നിന്ന് നിർത്തുന്നില്ല. ദ്രൗപദി ചെയ്തത് ശരിയാണോ തെറ്റാണോ? ആചാര്യന്മാര് പറയുന്നു, ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഉയർന്നവരാണ്, അതിൽ സംശയമില്ല, ഉയർന്ന വ്യക്തികളാണ്. എന്നാൽ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ മനുഷ്യ സഹജമാണ്. എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ കുട്ടി തെറ്റുകൾ ചെയ്യും. ഒരു തവണ ചെയ്താൽ അത് തെറ്റ്, വീണ്ടും ആവർത്തിച്ചാൽ അത് അവന്റെ തീരുമാനം. മൂന്നും നാലാമത്തെ പ്രാവശ്യവും അവൻ അതേ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ ശീലമായി കഴിഞ്ഞു, പിന്നെ നന്നാക്കാൻ പറ്റില്ല. ആദ്യത്തെ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റ്, രണ്ടാമത്തെ പ്രാവശ്യം അവൻ അതേ തെറ്റിനെ ആവർത്തിക്കുമ്പോൾ അത് തെറ്റല്ല, അത് അവന്റെ ചോയ്സ്, അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പിന്നെ അതേ തെറ്റ് മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും അവൻ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ ആ ശീലത്തിന് അടിമയായി, പിന്നെ നന്നാക്കാൻ പറ്റില്ല, അത് അവന്റെ ഹാബിറ്റായി പോയി. അതുകൊണ്ട് ഒന്നിന് ക്ഷമിക്കാം, രണ്ടിനും ക്ഷമിക്കാം. ഭക്തജനങ്ങൾക്കും തെറ്റുപറ്റും, പുരാണങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ആ നിമിഷം ഉണ്ടായ ദേഷ്യം. പരീക്ഷിത്ത് മഹാഭക്തനാണ്. തന്റെ പിതാവിനെ ഒരു പാമ്പ് കടിച്ചു. ജനമേജയൻ, പരീക്ഷത്തിന്റെ മകൻ, പരീക്ഷത്തിനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞിട്ട് ജനമേജയൻ എന്ത് ചെയ്തു? വലിയ ഒരു യാഗം നടത്തി ഭൂമിയിലുള്ള എല്ലാ പാമ്പിനെയും ആ തീയിലിട്ട് കത്തിച്ചു. ശരിയാണോ തെറ്റാണോ? പരീക്ഷത്ത് ചെയ്ത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് എല്ലാവരും ചെയ്യും. അങ്ങനെ ഇന്ദ്രനെ തോൽപ്പിക്കാൻ ചെന്ന മഹാബലി ചക്രവർത്തി അവിടെ ഇന്ദ്രനെ കാണാതെ വന്നപ്പോ ദേഷ്യം കൊണ്ട്. എന്നാൽ മഹാബലിയുടെ അമ്മ ഒരു മഹാത്മാ, ഉയർന്ന വ്യക്തിയാണ്, അവരെ കൂടുതൽ ദ്രോഹിക്കാൻ പാടില്ല. അതുകൊണ്ട് ദേഷ്യത്തിന് കമ്മൽ പറിച്ചു കൊടുക്കും. ഇത് ഇന്ദ്രൻ അറിഞ്ഞു, തന്റെ അമ്മയുടെ കമ്മൽ മഹാബലി എടുത്തോണ്ട് പോയി. എന്നാലും പേടി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയെടുത്ത് ചെന്ന് കരയാ, ഞാൻ നിസ്സഹായനായിപ്പോയി, എനിക്ക് മഹാബലിയെ ജയിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ശരി, നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. മഹാബലി ചക്രവർത്തിയുടെ അമ്മ ആര്? ശാന്തമേ, സോറി, ഇന്ദ്രന്റെ അമ്മ ആരാ? സച്ചിദേവി. അതികഠിനമായ പയോവ്രതം എടുത്തു. അതായത് ഒരു ദീർഘകാലം പാല് മാത്രം കുടിച്ച് ഭഗവാൻ തന്റെ പുത്രനായി കിട്ടണം. വേറെ ഒരു ഭക്ഷണവും കഴിക്കില്ല, വേറെ യാതൊന്നും കഴിക്കാതെ വെറും പാല് മാത്രം കുടിച്ച് എത്രയോ കാലം, ദീർഘകാലം ഒരു വ്രതമെടുത്ത് ഭഗവാനെ പുത്രനായി സങ്കല്പിച്ച് അതികഠിനമായ തപസ്യ ചെയ്തപ്പോ ഭഗവാൻ നാരായണൻ സച്ചിമാത ഇന്ദ്രന്റെ അമ്മയുടെ മുമ്പേ പ്രത്യക്ഷമായി എന്ത് അനുഗ്രഹമാ വേണ്ട. അപ്പൊ പറഞ്ഞു, എനിക്ക് അങ്ങയെ പോലെ ഒരു പുത്രൻ ഉണ്ടാകണം, ആ പുത്രൻ മഹാബലിയെ തോൽപ്പിക്കണം. ഇതാണ് വരദാനം ചോദിച്ചത്. അങ്ങയെ പോലെ എനിക്കൊരു പുത്രൻ ഉണ്ടാകണം, ആ പുത്രൻ എന്ത് ചെയ്യണം? മഹാബലിയെ തോൽപ്പിക്കണം. ഭഗവാൻ പറഞ്ഞു, ദേവി, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്കിനി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ തന്നെ മകനായി ജനിച്ച് മഹാബലിയെ തോൽപ്പിക്കാം എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഭഗവാൻ ഇന്ദ്രന്റെ അനുജനായി ജനിച്ചത് കൊണ്ട് ഉപേന്ദ്രൻ എന്ന പേര്. ശരി, ഇപ്പോ രണ്ടുപേർ, ഒരാള് പരമഭക്തൻ ഭഗവാന്റെ, ഇനിയൊരാൾ ആ ഭക്തനെ തോൽപ്പിക്കാൻ വേണ്ടി ഭഗവാനെ ശരണം പ്രാപിച്ച വ്യക്തി. മനസ്സിലായ രണ്ടുപേര്? ഇവിടെ ആരൊക്കെയാണ് രണ്ടുപേര്? ആരൊക്കെയാ രണ്ടുപേര്? മഹാബലി, ഭഗവാന്റെ പരമഭക്തൻ. ഇനിയൊരാൾ ആരാ? ഇന്ദ്രനും അമ്മയും. അവർ ഈ പരമഭക്തനെ തോൽപ്പിക്കാൻ വേണ്ടി ആരെ ശരണം പ്രാപിച്ചു? ഇപ്പൊ ചുരുക്കത്തില് രണ്ടുപേരും ശരണം പ്രാപിച്ചിരിക്കുകയാണ്. റൈറ്റ്? രണ്ടുപേരും ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചിരിക്കണം. ആരൊക്കെ രണ്ടുപേര്? ഇന്ദ്രനും മഹാബലി. ശരി, പക്ഷെ ഇതിൽ ഒരാള് ഭൗതികം, ഒരാൾ ആത്മീകം. ആരൊക്കെയാ? മഹാബലി ഭക്തൻ, ആത്മീകമായി.
ഇന്ദ്രൻ എന്തിനാ ശരണം പ്രാപിച്ചത്? വിചാരിച്ച കാര്യം നടക്കാൻ, മഹാബലിയെ തോൽപ്പിക്കാൻ. അപ്പൊ നമ്മളും ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോ പല തവണ ഈ ക്വസ്റ്റ്യൻ വരും. ഞാൻ ശരണം പ്രാപിച്ചത് മഹാബലിയെ പോലെയാണോ ഇന്ദ്രനെ പോലെയാണോ? നമ്മളെല്ലാവരും ഭക്തരാണ്. ഇവിടെ വന്ന് കൂടുന്നവരും നാമം ജപിക്കുന്നവരും എല്ലാവരും ഭക്തരാണ്. പക്ഷെ നമ്മുടെ ഭക്തി ബലിചക്രവർത്തിയെ പോലെ ഉള്ള ഭക്തിയാണോ അല്ല ഇന്ദ്രനെ പോലെ ഉള്ള ഭക്തിയാണോ? നമ്മുടെ ഭക്തി എങ്ങനത്തതാണ്? ബലിചക്രവർത്തിയെ പോലെയുള്ള ഭക്തിയാണോ ഇന്ദ്രനെ പോലെ ഉള്ളതാണോ? ആരുടെ? ഇന്ദ്രനെ പോലെ അല്ലേ? വീട്ടിൽ ഓണൊന്ന് കിട്ടണം, കുറുക്ക് വേദന മാറി കിട്ടണം, മുട്ട് കുറേ ദിവസം കൊണ്ട് വേദനിക്കുക, അതിനെന്തെങ്കിലും പ്രത്യേക പൂജയുണ്ടോ? അപ്പോ നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾ ഇന്ദ്രൻ അങ്ങനെ ശരണം പ്രാപിച്ചു. പക്ഷേ ഭഗവാൻ പരമകാരുണ്യമാനാ, രണ്ടുപേരെ അനുഗ്രഹിച്ചു. രണ്ടുപേരും ശരണം പ്രാപിച്ചു. മഹാബലിയും ശരണം പ്രാപിച്ചു, ദേവേന്ദ്രനും ശരണം പ്രാപിച്ചു. പക്ഷെ ഒരാള് പൂർണ്ണ ശരണാഗതി, ഇനി ഒരാള് ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടി ശരണം പ്രാപിച്ചു. പക്ഷേ എന്നാൽ ഇവർ രണ്ടുപേര് ശത്രുക്കളാ. ഭഗവാൻ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. അങ്ങനെ വാമണനായി ഭഗവാൻ അവതരിച്ചു. അങ്ങനെ ഒരു അവതരിച്ച പെട്ടെന്ന് തന്നെ വാമനമൂർത്തി വളർന്നു, പെട്ടെന്ന് വളർന്നു. അങ്ങനെ ഒരു ദിവസം മഹാബലി വലിയ ഒരു യാഗം നടത്തുകയാണ്. തൻ്റെ പത്നിയുണ്ട്, തൻ്റെ മകളുണ്ട്. ഏകദേശം 14 ലോകവും തൻ്റെ കാൽക്കൾ തൻ്റെ കീഴിൽ കൊണ്ടുവന്നു മഹാബലി. അങ്ങനെ ഒരു പരമയോദ്ധാവായി മാറിക്കഴിഞ്ഞതിന് ശേഷം ശുക്രാചാര്യരുടെ നിർദ്ദേശം അനുസരിച്ച് വലിയ ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് യാഗം നടക്കുന്ന സമയത്ത് കിഴക്ക് ചക്രവാളം, ഈസ്റ്റേൺ ഹൊറൈസോണില് രണ്ടാമത്തെ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നു. ഓൾറെഡി മേലെ സൂര്യനുണ്ട്. ആ സൂര്യൻ ഇങ്ങനെ ജ്വലിക്കുന്നു, തിളങ്ങുന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഋഷിമാരും ഈ യാഗം ചെയ്യുന്നവരൊക്കെ കണ്ടത് രണ്ടാമത്തെ ഒരു സൂര്യനും കൂടെ കിഴക്ക് ചക്രവാളത്തിൽ ഉയർന്നു വരുന്നു. ആരെങ്കിലും ഒരേ ദിവസം 2 സൂര്യനെ കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ഒന്നേ കണ്ടിട്ടുള്ളൂ. രണ്ടാമത്തെ സൂര്യനും ഉത്ഭവിച്ചു വരുന്നു. ഭയങ്കര, ആദ്യത്തെ സൂര്യനെ കാളും തേജസ് രണ്ടാമത്തത്. ആ പ്രദേശം മുഴുവനും സ്വർണമയമായി, സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു. ഈ യജ്ഞഹോമാദികൾ ചെയ്യുന്നവരെല്ലാം പൂജ യജ്ഞഹോമാദികളെ നിർത്തിവെച്ചിട്ട് ആരാണ് ആ സൂര്യൻ ഉയർത്തെഴുന്നു വരുന്നത് അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സൂര്യൻ അടുത്തടുത്തടുത്തടുത്ത് വരുമ്പോ അത് സൂര്യനുമല്ല, പ്രകാശവുമല്ല, ഒരു സുന്ദരനായ സ്വർണവർണ്ണത്തിൽ ഒരു കുഞ്ഞു ഒരു ബാലൻ, ഒരു ബ്രാഹ്മണ കുട്ടി. അരയിൽ മരവുരി, കയ്യിൽ യോഗദണ്ഡം, കമണ്ഡലും, രുദ്രാക്ഷമാല, ദേഹം മുഴുവനും തിലകം, മിതിയടി, ഇതൊക്കെ ആയിട്ട് വളരെ പ്രസന്നനായി ആത്മസംതൃപ്തി നേടിയ ഒരു യോഗിയെ പോലെ വളരെ നിസാരമായ ഒരു ബാലൻ നടന്നു വരുന്നു. അവിടെ ആചാര്യന്മാർ വിശദീകരിക്കുന്നു, ഭഗവാനെയും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു പ്രകാശം, പിന്നെ ആ പ്രകാശം പ്രപഞ്ചം മുഴുവനും നിറയും. പക്ഷെ ഭഗവാൻ അതും കഴിഞ്ഞ് കാത്തു നിന്നാലേ ആ പ്രകാശത്തിന്റെ ഇടയിൽ കൂടെ ഒരു വ്യക്തി കയറി വരുന്നു. അതേപോലെ വേദങ്ങൾ ആദ്യം വായിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് ഒരു ജ്യോതി, ബ്രഹ്മം, പ്രകാശം. കുറച്ചും കൂടെ ശാസ്ത്രങ്ങളുടെ ആഴങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രകാശം പരമാത്മാവായി പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ടും ക്ഷമയോട് കാത്തിരുന്നാൽ മാത്രമേ ആ പരമാത്മാവിന്റെയും പ്രകാശത്തിന്റെയും പുറകെ ഉള്ള സച്ചിദാനന്ദ സ്വരൂപത്തിനെ കാണാൻ സാധിക്കുള്ളൂ. ദൈവം 3 തട്ടിലാണ്. വദന്തി തത്വവിദസ്ത്വം തത്വം യജ്ഞാനം അവ്യയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ആദ്യം ദൈവത്തിനെ ബ്രഹ്മമായി കാണും. കുറച്ചും കൂടെ ആഴത്തിൽ പോയാൽ ദൈവത്തിനെ എങ്ങനെ കാണും? പരമാത്മാവായി കാണും. വീണ്ടും ക്ഷമയോട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ആ പരമസത്യത്തിനെ ഭഗവാനായി കാണാൻ പറ്റൂ.
അപ്പൊ ഇവിടെ മഹാബലി കാത്തിരിക്കുന്നു. ആദ്യം പ്രകാശം, രണ്ടാമത്തെ ഒരു സൂര്യൻ ഉയർത്തെഴുന്നു വരുന്നു. എന്നിട്ടും ക്ഷമയോട് കാത്തിരിക്കുന്നു. ആ പ്രകാശം ഇവിടെ മുഴുവൻ നിറഞ്ഞു. എന്നിട്ടും അത് കഴിഞ്ഞാണ് ഒരു സുന്ദരനായ സ്വർണ്ണ നിറത്തിൽ ഒരു ബാലൻ, താമരയിതൾ പോലത്തെ നഖങ്ങൾ, കയ്യിൽ ഒരു യോഗദണ്ഡം, കമണ്ഡലവും മരവുരി വസ്ത്രമായി ധരിച്ചിരിക്കുന്നു, രുദ്രാക്ഷമാല കഴുത്തിൽ ധരിച്ചിരിക്കുന്നു, ശരീരം മുഴുവനും തിലകം. ഇതെല്ലാമായിട്ട് ആ ബാലൻ വരുന്നു. ഇവരെല്ലാം യജ്ഞഹോമാദികൾ നിർത്തിവെച്ചു. മന്ത്രം ചൊല്ലി യാഗം നടത്തിക്കൊണ്ടിരുന്ന ശുക്രാചാര്യരും തന്റെ ശിഷ്യന്മാര് വരെ ആ യാഗം, യജ്ഞത്തിനെ നിർത്തി. ആരാണ് ഈ കുഞ്ഞ്? എല്ലാവരും ചോദിക്കാണ്, ആരാണ്? ഇങ്ങനത്തെ ഒരു ബാലയോഗിയെ ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതിശ്രേഷ്ഠനായ യോഗി ഏതെങ്കിലും ദേവലോകത്തിലിരുന്ന് വന്നതാണോ? തമ്മിൽ ചർച്ച നടക്കുന്നു. ആരെന്നേ അറിയാതെ മഹാബലി സന്തോഷം കൊണ്ട് എണീറ്റ് ചെന്നിട്ട് ആ വാമനമൂർത്തിക്ക് ഉയർന്ന ഒരു ഇരിപ്പിടം കൊടുത്തു, പാദങ്ങൾ കഴുകിക്കൊടുത്തു, എല്ലാ സേവനങ്ങളും ചെയ്തു. അപ്പോഴും ശുക്രാചാര്യർ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, വന്നതാരാ. അപ്പൊ സന്തോഷം കൊണ്ട് ബലിചക്രവർത്തി പറഞ്ഞു വാമനമൂർത്തി എടുത്ത്, ഞാൻ ധന്യനായി, എന്റെ കുടുംബത്തിലുള്ളവരെല്ലാം ധന്യരായി, രാജ്യത്തിലുള്ള പ്രജകൾ ധന്യരായി. ഈ സുന്ദരമായ ദിവസത്തിൽ അങ്ങ് വന്നല്ലോ, ഞാൻ വലിയ ഭാഗ്യവാനാണ്. ഇത്രയും ഉയർന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ വന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ, ഈ ഒരു നല്ല ദിവസം എനിക്ക് ദക്ഷിണ കൊടുക്കണം. എന്ത് ദക്ഷിണയാണ് ഞാൻ കൊടുക്കേണ്ടത്? സോ ആ ഡോറിന്റെ അവിടെ കുറച്ച് വഴി വിട്ടിട്ട് എല്ലാവർക്കും വരാൻ, കുറച്ച് മാറി നിന്ന് എല്ലാവർക്കും അകത്ത് വരാൻ പറ്റും. ഡോറിന്റെ സൈഡിലുള്ള ചെയർ മാത്രം കുറച്ച്. ഓക്കെ, എല്ലാവരും വേണമെങ്കിൽ ഒരു 4-5 സ്റ്റെപ്പ് മുന്നിൽ വരാം. എവിടെ നിർത്തി? അപ്പൊ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കാൻ മഹാബലി ചക്രവർത്തി സന്നദ്ധനായി. വാമനമൂർത്തി മഹാബലി ചക്രവർത്തിയുടെ സമീപനം കണ്ട് സന്തോഷമായി. വാമനമൂർത്തി പറഞ്ഞു, ഹേ രാജൻ, ഞാനൊരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ആരാണ് ബ്രാഹ്മണർ? വേദങ്ങൾ പഠിച്ചവരല്ല ബ്രാഹ്മണർ. ആത്മസംയമനം പാലിക്കുന്നവരും ആത്മസംതൃപ്തി ഉള്ളത് കൊണ്ട് തൃപ്തിയായി ജീവിക്കാൻ പഠിക്കുന്നവനുമാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. ഇനിയൊന്ന് വേണം എന്ന് ആ ഒരു വാഞ്ച, ആ ത്വരയെ നിയന്ത്രിച്ചവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തനാ, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ആ വാക്സാമർഥ്യം ദശാവതാര സ്തോത്രത്തില് ജയദേവ കവികൾ വാമനമൂർത്തിയെ സ്തുതിക്കുമ്പോൾ പറയുന്നു, ചലയസി വിക്രമനേ ബലിമദ്ഭുത വാമന പതനക നിരജനിത ജന ഭാവന കേശവധൃതാ വാമന രൂപ ജയ ജഗദീശ ഹരേ. ചലയസി, ചലയസി എന്ന് വെച്ചാല് ട്രിക്കി, വാക്സാമർഥ്യം. അത് മലയാളികൾക്ക് ഒരുപാടുണ്ട്. വാക്സാമർഥ്യം, ശരീര സാമർഥ്യം പൂജ്യമാണ്. ശരീര സാമർഥ്യം ബംഗാളികൾക്ക് കൂടുതലാണ്. അതുകൊണ്ട് കേരളത്തിൽ ബംഗാളികൾ കൂടുതലും മലയാളികൾ കുറവ്. ചലയസി വിക്രമനേ ബലിമദ്ഭുത വാമന. ചലയസി, സ്മാർട്ട്, ഭയങ്കര ട്രിക്കറി വേർഡ്സ്, എന്താ പറയാ, സാമർത്ഥ്യം, ചാതുര്യം, അത്രയും അത് ഉള്ള വാമനമൂർത്തി മഹാബലി എടുത്ത് മഹാബലിയുടെ ഹൃദയം അപകരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. നോക്കിക്കോളും, ഞാൻ ആദ്യം തൊട്ട് പറയാം, 2 പേര് ശരണം പ്രാപിച്ചു ഭഗവാനെ. ആരൊക്കെയാ? ഇന്ദ്രനും മഹാബലിയും, 2 പേര്. ഇതിൽ ഒരാൾ ലൗകിക ആഗ്രഹം, ഒരാൾ ആധ്യാത്മിക ആഗ്രഹം. ആർക്കാണ് ഭൗതിക ആഗ്രഹം? ഇന്ദ്രൻ. പക്ഷെ ദർശനം കിട്ടിയത് ആർക്കാണ്? മഹാബലിക്കാണ് ദർശനം. വാമനമൂർത്തിയുടെ ദർശനം ഇന്ദ്രന് കിട്ടിയില്ല. 2 പേരും ഭഗവാനെ ശരണം പ്രാപിച്ചു, ഒരുപോലെ പ്രാർത്ഥിച്ചുവെങ്കിലും
ഭഗവാന്റെ ദർശനം കിട്ടിയത് മഹാബലി ചക്രവർത്തിക്കാണ്. ഭഗവാന്റെ ദർശനം ആർക്ക് കിട്ടിയില്ല? ഇന്ദ്രന് കിട്ടിയില്ല. കാരണം ഇന്ദ്രൻ ഭഗവാനെ കിട്ടാൻ വേണ്ടി ഭഗവാനെ ശരണം പ്രാപിച്ചതല്ല. എന്ത് കിട്ടാൻ വേണ്ടി ശരണം പ്രാപിച്ചു? രാജ്യം കിട്ടാൻ വേണ്ടി ശരണം പ്രാപിച്ച ആളാണ്, അല്ലാതെ ഭഗവാനെ കിട്ടാൻ വേണ്ടിയല്ല. അപ്പൊ ഇവിടെ വാമനമൂർത്തിയും മഹാബലിക്ക് ദർശനം കൊടുക്കുന്നത് മാത്രമല്ല, ഹൃദയത്തിനെ അപഹരിക്കുന്നത് പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മറുപടി വാമനമൂർത്തി പറഞ്ഞപ്പോ മഹാബലി ചക്രവർത്തി ചിരിക്കാൻ തുടങ്ങി. അത് ശരിയാണ്, എന്നാലും ഞാൻ ഈ 14 ലോകത്തിന്റെയും ചക്രവർത്തിയാണ്. എന്റെ കയ്യിൽ പൊന്നും പൊരുളും എല്ലാം ഉണ്ട്. രാജ്യങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, ഗ്രഹ സംവിധാനങ്ങളുണ്ട്, സ്വർണമുണ്ട്, കുതിരകളുണ്ട്, രഥമുണ്ട്, കൊട്ടാരമുണ്ട്. ഇനി ബ്രാഹ്മണ, നിനക്ക് കന്യകമാരായ പെണ്ണുങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും എന്റെ കയ്യിലുണ്ട്. ഉടനെ വാമനമൂർത്തി വീണ്ടും പറയാ, ഞാനൊരു ആത്മയോഗിയാണ് ഞാൻ. നിന്റെ കയ്യിലുള്ളതൊന്നും എനിക്ക് പ്രയോജനമില്ല. ഞാൻ അന്വേഷിക്കുന്നത് നിന്റെ കയ്യിലും ഇല്ല. ആദ്യം പറഞ്ഞു നിന്റെ കയ്യിലുള്ളതൊന്നും എനിക്ക് പ്രയോജനമില്ല. മഹാബലി ഒന്ന് തൃപ്തനായി. ഓക്കെ, ശരി. രണ്ടാമത്തത് എന്താ വാമനമൂർത്തി പറഞ്ഞത്? ഞാൻ അന്വേഷിക്കുന്നത് നിന്റെ കയ്യിലില്ല എന്ന് വെച്ചാൽ നീയും ഒരു ഭിക്ഷക്കാരനായ എന്നെ പോലെ. ഞാൻ ഒരു സാധനം അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അത് നിന്റെ കയ്യിലില്ല. അതും കൂടെ കേട്ടപ്പോ മഹാബലിക്ക് ഒന്നും കൂടെ ത്വര കൂടി. എന്റെ കയ്യിലില്ലാത്തതാണ്. അങ്ങനെ ഇനി എന്താ ഉള്ളത്? 14 ലോകം അണ്ടചരാചരവും ഞാൻ എന്റെ പാദങ്ങളുടെ കീഴിലാക്കിയിട്ട് പിന്നെ എനിക്ക് കിട്ടാത്തത് എന്താ വേണ്ടത്? പറയൂ, ഞാൻ തരാം. വാമനമൂർത്തി പറയാ, എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉള്ളത് കൊണ്ട് തൃപ്തനായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് എനിക്കുണ്ട്, മഹാബലി നിനക്കില്ല. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ മഹാബലിക്ക് പിന്നെ എന്തെങ്കിലും ദക്ഷിണ കൊടുത്തേ പറ്റൂ. ചിലപ്പോ ചായക്കടയിൽ 2 സുഹൃത്തുക്കൾ ചെന്നിരുന്നിട്ടേ, ബില്ല് ഞാൻ കൊടുക്കാം. കാരണം 15 രൂപ 60 പൈസയേ ഉള്ളൂ. അത് വല്ല 5000 രൂപയാണെങ്കിൽ നീ ഇതെന്നെ കൊടുത്തോന്ന് പറയും. അങ്ങനെ 2 പേരും മത്സരിക്കും, ഞാൻ കൊടുക്കാം. അപ്പൊ ഇപ്പൊ മഹാബലിക്ക് വാശിയായി, എങ്ങനെയെങ്കിലും വാമനമൂർത്തിക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്തിട്ടേ ഇനി നിർത്താൻ പറ്റുള്ളൂ. എന്തു വേണമെന്ന് ചോദിക്കൂ. വാമനമൂർത്തി വേണ്ടെന്ന് പറഞ്ഞു. അപ്പം മഹാബലി ഒരു പരിഹാസത്തോട് ചിരിച്ചു. ആദ്യം കണ്ടപ്പോ ബ്രാഹ്മണ, ഞാൻ വിചാരിച്ചു അങ്ങ് വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് ത്രികാലജ്ഞാനിയായി വലിയ ജ്ഞാനിയാണ്, എല്ലാം അറിയുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങൊരു കുഞ്ഞാണ്, ഒന്നും വിവരമില്ല, സാധാരണ കുഞ്ഞാണ്. എന്നാ നിനക്ക് അത്ര വാശിയാണെങ്കിൽ ശരി, 3 അടി മണ്ണ് താ. മഹാബലിയെ കൊണ്ട് ആ ഒരു കോൺവെർസേഷനില് പതുക്കെ മഹാബലിയുടെ ഹൃദയം അപഹരിച്ചു. സംസാരശേഷ അങ്ങനെ ആയിരിക്കണം. ആരെടുത്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഹൃദയം കൊണ്ട് നമ്മുടെ അടുത്ത് വരണം. നമ്മൾ തിരുവനന്തപുരത്തുകാർ സംസാരിച്ച അവർ 2 ഗ്രാമത്തിന് അപ്പുറത്ത് പിന്നെ വരേയില്ല. മിണ്ടാനും വരില്ല, ചിരിക്കാനും വരില്ല. സംഭാഷണം എങ്ങനെയായിരിക്കണം? ആ ഹൃദയത്തിനെ നമ്മുടെ അടുത്ത് വശീകരിക്കുന്ന, ആ വലിച്ചെടുക്കുന്ന, വളരെ രസകരമായി വാമനമൂർത്തി സംസാരിച്ച ആദ്യം തന്നെ മഹാബലിയുടെ ഹൃദയം അങ്ങ് പിടിച്ചെടുത്തു. അപ്പോ മഹാബലി വളരെ ഒരു നിസ്സാര ഭാവത്തിൽ 3 അടി മണ്ണ്, ഉറപ്പാണോ ഇത്രയും മതിയെന്ന്? എന്തു വേണമെങ്കിലും 14 ലോകവും ഞാൻ തരാൻ തയ്യാറാണ്. ഇല്ല, 3 അടി മണ്ണ് മതി. 3 അടി മണ്ണിൽ ഞാൻ തൃപ്തനല്ലെങ്കിൽ നീ 14 ലോകം തന്നാലും എനിക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. 3ൽ തന്നെ ഞാൻ തൃപ്തനാകാൻ. അപ്പോഴും ശുക്രാചാര്യർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ആരാണ് വന്നത്, ആരാണ്? സാധാരണ ആളല്ലെന്ന് മനസ്സിലായി. ശരി, സമ്മതിച്ചു മഹാബലി. ഉടനെ വാഗ്ദാനം ചെയ്യാം. അന്ന് കാലത്തിൽ വാഗ്ദാനം ചെയ്യുമ്പോൾ സാക്ഷ്യം വെച്ചിട്ടാണ് ചെയ്യുക. ആരെയൊക്കെയാ സാക്ഷി വെക്കുക? പഞ്ചഭൂതങ്ങൾ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ബ്രാഹ്മണർ, വൈഷ്ണവർ, പണ്ഡിതന്മാർ, ദേവഗണങ്ങൾ, ഋഷികൾ, ഇവരെയൊക്കെയാണ് സാക്ഷ്യം വെച്ച് നമ്മൾ ഒരു കാര്യം പറയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജീവനേക്കാളും പ്രാധാന്യം കൊടുത്ത് ആ വാക്കുകളെ ജീവിതത്തിൽ പാലിക്കണം എന്നാണ്. അതുകൊണ്ടാണ്
ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു മഹാപാപം എന്ന് ഒരു പാപം എന്ന് ശാസ്ത്രം പറയാൻ മഹാപാപമല്ല. മഹാപാപം ഗോഹത്യ, മാതൃഹത്യ, അമ്മയെ കൊല്ലുന്നത്, പശുവിനെ കൊല്ലുന്നത്, ഇതെല്ലാം മഹാപാപം. വിവാഹമോചനവും ഒരു തെറ്റാണ്. കാരണം പഞ്ചഭൂതങ്ങൾ, അഗ്നിസാക്ഷി, ഭൂമിജലം അഗ്നിവായു ആകാശം, അവരെ സാക്ഷി വെച്ച് ദേവഗണങ്ങൾ, ഋഷിഗണങ്ങൾ, ബ്രാഹ്മണര്, വൈഷ്ണവർ, ഇവരെ സാക്ഷി വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു വാഗ്ദാനത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണം. അപ്പോ ശരി എന്ന് പറഞ്ഞ് മഹാബലി ചക്രവർത്തി എന്ത് ചെയ്യുന്നു? തന്റെ കമണ്ഡലം എടുത്ത് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ വെള്ളത്തിനെ സാക്ഷിയുമായി വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറായി, ഒരുമ്പെട്ടു. എന്താണ് സത്യപ്രതിജ്ഞ? 3 അടി മണ്ണ് തരാൻ. അപ്പോഴാണ് ശുക്രാചാര്യർക്ക് കത്തിയത്. ഇത് വേറെ ആരുമല്ല വന്നിരിക്കുന്നത്. പണ്ട് കൂർമ്മമായിട്ടും വരാഹമായിട്ടും ആമയുടെ രൂപത്തിലും പന്നിയുടെ രൂപത്തിലും പല പല രൂപത്തിൽ വന്ന ഹരി ചതിയിൽ കൂടെ എല്ലാവരെയും അപഹരിക്കുന്നവൻ. ഹരി എന്ന വാക്കിന് അപഹരിക്കുന്നത് എന്നാണ് അർത്ഥം. ഒരു ഭക്തൻ ഹരി ഹരി എന്ന് വിളിക്കുമ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതിന് സമമാണ്. നീന്താൻ അറിയാതെ ഒരു ആറ്റിൽ ചെന്ന് മുങ്ങിപ്പോയി 2 കൈയും തൂക്കിയിട്ട് എന്ത് പറയും? ഗുഡ് മോർണിംഗ് എന്നാ പറയും. അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതിന് സമമാണ് ഭക്തജനങ്ങൾ കൈ ഉയർത്തി ഹരി ഹരി എന്ന് പറയുന്നത്. അവൻ നദിയിൽ വെള്ളത്തിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭൗതിക സംസാര സാഗരത്തിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ജന്മങ്ങൾ മനുഷ്യനായി, കൃമികീടങ്ങളായി, ഇഴജന്തുക്കളായി, പക്ഷിമൃഗാദികളായി, ഭൂതപ്രേത പിശാചുക്കളായി, ദേവനായി എത്രയോ ജന്മം എടുത്തു. എന്നെ ഇപ്പൊ പിടിച്ച് തൂക്കിയില്ലെങ്കിൽ വീണ്ടും ഞാൻ തിരുവനന്തപുരത്ത് പെരിച്ചാഴിയായി ജനിക്കും, അത് കഴിഞ്ഞ് പാറ്റയായി ജനിക്കും. അപ്പൊ എനിക്കൊരു പാറ്റ ഗേൾ ഫ്രണ്ട് ഉണ്ടാവും, ഞങ്ങൾ ഡൂയറ്റ് പാടും, ചുറ്റി നടക്കും. ഹരി എന്ന് വിളിച്ചാൽ എന്താണ്? 2 കയ്യേയും തൂക്കി എന്നെ വലിച്ച് രക്ഷിക്കണേ, എന്നെ ഭഗവാൻ സ്വന്തമാക്കണേ, എന്നെ പറച്ചെടുത്തോണ്ട് പോകണേ ഹരി. പക്ഷെ ആ ഹരി എന്ന വാക്കിന് വേറെ ഒരു വ്യാഖ്യാനമാണ് ശുക്രാചാര്യർ കൊടുത്തത്. ശുക്രാചാര്യർ എന്ത് പറഞ്ഞു? എല്ലാരെയും ചതിയിൽ കൂടെ അവരുടെ കയ്യിലുള്ളത് അപഹരിക്കാൻ വന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പണ്ട് സിംഹത്തിന്റെയും ഇതിന്റെയും രൂപമെടുത്തോണ്ട് വന്ന് ഹിരണ്യകശിപുടെ കയ്യിലുള്ളത് അപഹരിച്ചു കൊണ്ടുപോയി. വരാഹമായി വന്ന് ഹിരണ്യാക്ഷന്റെ കയ്യിലുള്ളത് ഇത് തന്നെ പണിയാ മൂപ്പർക്ക്. ഓരോ വേഷം എടുത്തിട്ട് വരും, ശ്രദ്ധിക്കാത്ത സമയത്ത് കയ്യിലുള്ളതെല്ലാം പറിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഭഗവാൻ വന്നാൽ 2 കയ്യും നീട്ടി ഉള്ളതെല്ലാം കൊടുത്ത് നമ്മുടെ ഹൃദയവും മനസ്സും കൊടുക്കാൻ എത്ര പേർ തയ്യാർ? ഉറപ്പാ? ഇന്ന് റെഡിയാണോ? ഇന്ന് റെഡിയാണോ? ഉറപ്പാ? നമുക്ക് ഓണസദ്യ കഴിച്ചിട്ട് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശേഷ വാർത്തയുണ്ട്. സദ്യയിൽ കുറച്ച് ഐറ്റമൊക്കെ അവർ കട്ട് ചെയ്തു. അയ്യോ ശരി, എവിടെ നിർത്തി? ഇനി അടുത്ത അരമണിക്കൂർക്ക് ആർക്കും ക്ലാസ്സിൽ ശ്രദ്ധിക്കാനേ പറ്റില്ല. ശ്രദ്ധ മുഴുവൻ എവിടെയായിരിക്കും? സദ്യയിലായിരിക്കും. എന്തായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക? എന്തൊക്കെയോ കട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ശരി, ശ്രീകൃഷ്ണ ബലരാമി. എവിടെ നിർത്തി? സമയത്തിലേ എവിടെ സ്റ്റോപ്പ് ചെയ്തു? ഹരി, കറക്റ്റ്. അപ്പൊ എല്ലാം ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോകും. പക്ഷെ ഭക്തന്മാര് ഹരി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വേറെയാണ്. ഭൗതിക ലോകത്തിലിരുന്ന് എന്നെ പറിച്ചെടുത്തുകൊണ്ട് പോകണം എന്നാണ്. പക്ഷെ ശുക്രാചാര്യർ ആ വാക്കിന് അർത്ഥം കൊടുത്തപ്പോൾ വേറെയായിരുന്നു. അതുകൊണ്ട് മഹാബലി, നീ സത്യപ്രതിജ്ഞ ചെയ്യല്ലേ, വന്നു നിൽക്കുന്നത് ഹരിയാണ്. ഒരു കുള്ള ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്നിട്ട് ഒരു യുദ്ധവും പണ്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുടെ മുമ്പേ വരാഹമായിട്ടും നരസിംഹമായിട്ടും വന്ന് യുദ്ധം ചെയ്തു. പക്ഷെ നിന്റെ കൂടെ ആ യുദ്ധം പോലും ചെയ്യാതെ വാക്സാമർത്ഥ്യം കൊണ്ട് പറിച്ചുകൊണ്ട് പോകാനാ വന്നിരിക്കുന്നത്. നീ വാഗ്ദാനം കൊടുക്കണ്ട.
ഭഗവാനാണ് എൻ്റെ മുമ്പേ വന്നിരിക്കുന്നത് എന്ന് മഹാബലി ചക്രവർത്തി അറിഞ്ഞ പാട് കണ്ണുകൾ നിറഞ്ഞു, രോമാഞ്ചമുണ്ടായി. ആനന്ദം കൊണ്ട് മഹാബലി ചക്രവർത്തിക്ക് ഭഗവാൻ ഒരു സാധാരണ യാചകനായി എൻ്റെ മുമ്പേ വന്നല്ലോ. ആലോചിച്ച് നോക്കണം, മഹാബലിയുടെ കുടുംബം സാധാരണ കുടുംബമല്ല. ആ ഒരു കുടുംബത്തിന് വേണ്ടി ഭഗവാൻ 3 അവതാരം എടുത്തിരിക്കുകയാണ്. ഒറ്റ ഫാമിലിക്ക് വേണ്ടി. പേരക്കുട്ടിക്ക് വേണ്ടി വാമനമൂർത്തി, അപ്പൂപ്പന് വേണ്ടി നരസിംഹമൂർത്തി, അപ്പൂപ്പന്റെ ജ്യേഷ്ഠന് വേണ്ടി വരാഹമൂർത്തി, എല്ലാം ഒരു ഫാമിലി. നമ്മുടെ കുടുംബങ്ങളിൽ ഭദ്രകാളിയുടെ അവതാരം മാത്രമേ നിരന്തരം നടക്കാറുള്ളൂ. മഹാബലി ചക്രവർത്തിയുടെ കുടുംബത്തിന് ഭഗവാന്റെ അവതാരം. അപ്പോ എത്ര ഭഗവാന് പ്രിയപ്പെട്ട ഒരു ഫാമിലി ആയിരിക്കും അവരുടെ. അവർ എത്രമാത്രം ഭഗവാന്റെ അടുത്ത് അടുപ്പമുള്ള ഒരു കുടുംബമായിരിക്കും. അങ്ങനെ മഹാബലിക്ക് അത് ചിന്തിക്കും തോറും പരമഭക്തനാത്തേക്കാം. ശരണാഗതി എന്നുള്ളത് പൂർണ്ണമായി ആ ഒരു സേവനമനുഷ്ഠിച്ച വ്യക്തി ആനന്ദം കൊണ്ട് ഇനി ഭഗവാൻ എന്നെ ചതിക്കാമെന്നാലും ശരി സന്തോഷത്തോടുകൂടെ വാഗ്ദാനം കൊടുത്തു. അപ്പോ ശുക്രാചാര്യരടുത്ത് വാമനമൂർത്തി മഹാബലി പറയാണ്, ഞാൻ വാഗ്ദാനം കൊടുത്തു. ഉടനെ എന്ത് ചെയ്തു? ഒരു മണ്ടൂക്കം തവള, അദ്ദേഹത്തിന്റെ അസൂയം ദേഷ്യം നോക്കണേ, ഒരു തവളയുടെ രൂപം എടുത്തിട്ട് ആ കമണ്ടൽ, വെള്ളമൊഴിക്കുന്ന കമണ്ടലൂടെ ആ വാഭാഗത്ത് അതിൽ കയറി കുത്തി ഒളിച്ചിരുന്നു, വെള്ളം വരാതിരിക്കാൻ. കാരണം വെള്ളം വന്നില്ലെങ്കിൽ ഭഗവാന്റെ അടുത്തുള്ള പ്രോമിസ് ഇതായി പോകും. ഇത് തെറ്റാണ്. ഇപ്പൊ ഒരു ഭക്തൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, സേവിക്കുന്നു, അവൻ മന്ത്രം ചൊല്ലുന്നതിൽ ഒരു പിഴയുണ്ടായി, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിൽ ഒരു ഹരേ വിഴുങ്ങി, ഭഗവാൻ അവനെ ശിക്ഷിക്കുമോ? ശിക്ഷിക്കേയില്ല. കാരണം നമ്മൾ ദിവസം വിഴുങ്ങലാറില്ല. എത്ര ഹരേ പോയി, എത്ര കൃഷ്ണ പോയി, ചിലപ്പോ മന്ത്രമേ പോയി, അതുകൊണ്ട് ഭഗവാൻ വിട്ടു. അപ്പോ ശുക്രാചാര്യർ വിചാരിച്ചു വെള്ളം പുറത്ത് വന്നില്ലെങ്കിൽ സത്യപ്രതിജ്ഞ നടക്കൂല. മനസ്സാകാരം. വാമനമൂർത്തിക്ക് മഹാബലി സർവസ്വം കൊടുക്കാൻ തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ ശരണാഗതി. ഇതറിയാതെ ശുക്രാചാര്യർ ഗുരു എന്ന് ചെന്ന് അതിന്റെ വായിൽ അടച്ചിരുന്നു. വെള്ളം വരുന്നില്ല, വെള്ളം വരുന്നില്ല. ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ദർഭ എടുത്തു ഒരു കുത്തിയത് നേരെ ശുക്രാചാര്യരുടെ കണ്ണിൽ, തവളയുടെ കണ്ണിൽ. നില വിളിച്ചിട്ട് പുറത്തു വന്നു, വെള്ളം വന്നു, സത്യപ്രതിജ്ഞയായി. അതിസുന്ദരമായി ഭഗവാൻ 10 വിശ്വരൂപങ്ങൾ എടുത്തതിൽ ഒരു വിശ്വരൂപം അവിടെയാണ്. ഒന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ ഒരു വിശ്വരൂപം എടുത്തു. ഒരു തവണ യശോദാദേവിക്ക് വായിനകത്ത് ഒരു വിശ്വരൂപം കാണിച്ചു കൊടുത്തു. മറ്റൊരു ദിവസം അക്രൂരർക്ക് വെള്ളത്തിന്റെ അടിയിൽ ഒരു വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഒരു തവണ സന്ധി സംഭാഷണത്തിന് പോയപ്പോ ദുര്യോധനൻ കൃഷ്ണനെ പിടിച്ച് കെട്ടിവെക്കാൻ പറഞ്ഞപ്പോ ഇനിയൊരു വിശ്വരൂപം. അങ്ങനെ ഭഗവാൻ 10 തവണയാ വിശ്വരൂപം കാണിച്ചത്. അതിൽ ഒന്ന് മഹാബലി ചക്രവർത്തിക്ക് കാണിച്ചു. 3 അടി മണ്ണെടുത്തോളാൻ പറഞ്ഞു. ഉടനെ ഭഗവാൻ വളരാൻ തുടങ്ങി. ഭഗവാന്റെ പാദങ്ങൾ വളരാൻ തുടങ്ങി. ഭഗവാന്റെ രൂപം വളരാൻ തുടങ്ങി. ഒരു പാദം എടുത്തപ്പോൾ അതളം, വിതളം, സുതളം, മഹാതളം, രസാതളം, പാതാളം, നാഗങ്ങളുടെ ലോകം, മത്സ്യങ്ങളുടെ ലോകം, ഭൂതപ്രേത പിശാചുക്കളുടെ ലോകം, അങ്ങനെ പല ലോകങ്ങളുടെ നീതർലാൻഡ്സ്, അന്ധകാരം നിറഞ്ഞ ലോകങ്ങൾ, യമപുരി, ഇതിന്റെ ഒക്കെ താഴെ ഒറ്റ പാദത്തിൽ. അത് കണ്ട് ഭയന്ന് ശരീരം നടുങ്ങി അവിടെ ഉണ്ടായിരുന്ന അസുരഗണങ്ങളെല്ലാം 8 ദിശയിൽ ഓടിപ്പോയി. ശുക്രാചാര്യർ പറഞ്ഞു, ഹേ മഹാബലി, എന്റെ വാക്കും കേൾക്കാതെയാണ് നീ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇനി എങ്ങനെയാണോ ബൃഹസ്പതിക്ക് ഇന്ദ്രന് ബൃഹസ്പതിയുടെ ഗുരുവിന്റെ ശാപം ഉണ്ടായോ, അതേപോലെ എന്റെ അനുഗ്രഹം നിനക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഗുരു വിട്ടുപോയി. ഇപ്പൊ 2 പേരുടെ ഗുരുവും പോയി. ആര്? ഇന്ദ്രന്റെ ഗുരു ബൃഹസ്പതിയും കളഞ്ഞിട്ട് പോയി. ശുക്രാചാര്യരുടെ, മഹാബലിയുടെ ഗുരു ശുക്രാചാര്യരുടെ പോയി. പക്ഷേ ഇന്ദ്രന് ദോഷം വന്നു, മഹാബലിക്ക് ദോഷം വന്നില്ല. കാരണം ശുക്രാചാര്യർ ഗുരുവാണെങ്കിലും ദൈവഹിതത്തിന് എതിരായി സംസാരിച്ചു. എപ്പോൾ മാതാപിതാവിനെ എതിർക്കാം, എപ്പോ ഗുരുവിനെ എതിർക്കാം,
എപ്പോൾ ആചാര്യന്മാരെ എതിർക്കാം, ദൈവത്തിന് വിരുദ്ധമായി സംസാരിച്ചാൽ മാത്രമേ അവരെ എതിർക്കാവൂ, അല്ലാത്ത ഒരു സാഹചര്യങ്ങളിലും അവരെ എതിർക്കാൻ പാടില്ല. അച്ഛനമ്മയെ, ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് അച്ഛനമ്മയുടെ കൂടെ വഴക്കുണ്ടാക്കിയവർ? ആരും 4, 5, 6. ഞാൻ ചോദിച്ചതിന് കൈ ഉയർത്താത്തവർ എത്ര പേരുണ്ട്? അതായത് അതൊരു തലത്തിലുള്ള പിതൃശാപം. നമ്മൾ കാരണം ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുകൾ നിറയാൻ പാടില്ല. കാരണം ആ ഒരു കടം ഒരിക്കലും നമുക്ക് തിരിച്ചു വീട്ടാൻ പറ്റില്ല. അനേകം ജന്മം ഈ പ്രപഞ്ചത്തിൽ കൃമികീടങ്ങളായി, ജന്തുജീവജാലങ്ങളായി, പക്ഷികളായി, മൃഗങ്ങളായി ഇങ്ങനെ ഈ ആത്മാ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനേക്കാളും കഷ്ടം ശരീരമേ കിട്ടാതെ ഈ ഒരു ആത്മ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഒരു ജീവാത്മ, 2 ജീവാത്മാക്കൾ നമുക്ക് ശരീരം കൊടുക്കുന്നത്. ആ കടം നിങ്ങൾ എന്ത് ചെയ്താലും നമുക്കത് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. മാതാപിതാക്കളോടുള്ള കടം തിരിച്ചു വീട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പുത്രന്മാരെന്ത് ചെയ്യണം? അവരെ തീർത്ഥസ്ഥാനങ്ങളിൽ കൊണ്ടുപോകണം. ഭാഗവതം, ഗീത, നാമജപം ചെയ്യാൻ അവർക്ക് സഹായിച്ചു കൊടുക്കണം. ആ രീതിയിൽ മാത്രമേ അല്പം കടം, പിതൃകടം നമുക്ക് വീട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ശുക്രാചാര്യരെ എതിർത്തിട്ട് പോയി. മഹാബലി ചക്രവർത്തി വിഷമിച്ചേയില്ല. നമ്മുടെ എല്ലാവരുടെയും ഗ്രഹങ്ങൾ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ രാഹു, കേതു, ചൊവ്വ, ശനി എല്ലാ ഗ്രഹവും ഉണ്ട്. ശുക്രൻ മാത്രം ഒരു തെറ്റായ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ തെരുവിലായി പോകും. ശുക്രനാണ് നമ്മുടെ ധനം, വിദ്യ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ജാതകത്തിൽ ശുക്രൻ എവിടെയെങ്കിലും പോയി മറഞ്ഞു നിന്നാലോ ഒളിഞ്ഞു നിന്നാലോ വീടും കാടും കൂടും എല്ലാം വിട്ടിട്ട് റോട്ടിൽ പോയിട്ട് അങ്ങനെ നിൽക്കേണ്ടി വരും. പക്ഷെ അത് മഹാബലിക്ക് സംഭവിച്ചു. ശുക്രാചാര്യർ പറഞ്ഞു, എന്റെ അനുഗ്രഹം നിനക്ക് ഇനി ജന്മത്തിൽ ഉണ്ടാവില്ല. ശുക്രാചാര്യർ ഇറങ്ങിപ്പോയി. മഹാബലി അല്പം പോലും വിഷമിച്ചില്ല. 2ാമത്തെ ചുവടും എടുത്തോളാൻ പറഞ്ഞു. വീണ്ടും വാമനമൂർത്തി വളരാൻ തുടങ്ങിയപ്പോ ഭൂമി, മറ്റു ഭൂമണ്ഡലത്തിലുള്ള ഗ്രഹങ്ങൾ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, കിന്നരന്മാർ അവരുടെ ഭുവർലോകം, ഋഷിമാർ, തപസ്വികളുടെ മഹരലോകം, ജനകനെ പോലെ മഹാത്മാക്കളുടെ ജനോലോകം, മഹായോഗികളുടെ തപസ്ലോകം, അങ്ങനെ മേലെ ബ്രഹ്മാവിന്റെ 7 ലോകം 2ാമത്തെ ചുവട്. അങ്ങനെ വളർന്നു പാദം. ആ 2ാമത്തെ ചുവട് എടുത്ത് വെച്ചപ്പോഴാണ് ഈ ഭൂമണ്ഡലത്തിന്റെ അതിന്റെ പാഴി അത് കീറിപ്പോവുകയും മേലെ ഇരുന്ന് ബ്രഹ്മാവ് അദ്ദേഹത്തിന്റെ ഭഗവാൻ വാമനമൂർത്തിയുടെ പാദത്തിൽ അഭിഷേകം ചെയ്യുകയും ഗംഗാജലം ഈ പ്രപഞ്ചത്തിന്റെ അകത്ത് നൂപുര ഗംഗയായി ആദ്യമായി ഉത്ഭവിച്ചകത്ത് വരുന്നത്. അങ്ങനെ വാമനമൂർത്തി 2ാമത്തെ പാദം തൂക്കിയപ്പോൾ ഗംഗ വരാനും കാരണമായി. ചലയസി വിക്രമനേ ബലിമദ്ഭുത വാമന പദ നഖ നിരത്ത ജനിത ജനഭാവന. ആ ഭൂമിയെ കീറിയത് കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള ജനങ്ങൾക്കെല്ലാം രക്ഷപ്പെടാനായിട്ട് ആ രക്ഷിക്കുന്ന വെള്ളം ഇതിനകത്ത് വന്നു. അതേത് വെള്ളമാണ്? ഗംഗയും വരാൻ കാരണം. വീണ്ടും വാമനമൂർത്തി ഒരു കുഞ്ഞു കുട്ടിയായിട്ട്, എങ്ങനെയാണോ ഭിക്ഷയ്ക്ക് വന്ന ബ്രാഹ്മണൻ ആദ്യം വന്നത്, അതുപോലെ 3ാമത്തത് എവിടെ വെക്കുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് മഹാബലി ചക്രവർത്തിക്ക് മനസ്സിലായത് തന്റെ സർവസ്വവും ഭഗവാൻ പറിച്ചെടുത്തു. വലിയ സന്തോഷമായി. ഈ ഒരു ലീലയിൽ വാമനമൂർത്തി എന്നെ തെരഞ്ഞെടുത്തല്ലോ, ഇതിനേക്കാളും വലിയ ഭാഗ്യം. ഇന്ദ്രനാണെങ്കിൽ കൊട്ടാരം പോയല്ലോ എന്നുള്ള വിഷമം. മഹാബലി തന്റെ രാജ്യം കൊടുത്തല്ലോ ഭഗവാൻ എന്നുള്ള സന്തോഷം. ഈ 2 ഭക്തന്മാരുടെയും ഭാവത്തിലുള്ള വ്യത്യാസം. എല്ലാം നഷ്ടപ്പെട്ടപ്പോ മഹാബലി ഇന്ദ്രന് വിഷമമായി. പക്ഷേ ഇവിടെ എല്ലാം കൊടുത്തപ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എല്ലാം ഭഗവാൻ എൻ്റെ നിന്ന് പറിച്ചെടുത്തല്ലോ, എന്നെ ഈ ലീലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ വരുന്നവർക്കൊന്ന് വഴി അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കുക. വിനീത മാതാജി ഫ്രണ്ടിൽ വരും, ഇങ്ങോട്ട് വരും.
എവിടെ നിർത്തി? വലിയ സന്തോഷത്തോടുകൂടെ മഹാബലി പറഞ്ഞു, ഭഗവാൻ എൻ്റെ കണ്ണുകളിൽ തുറന്നു. ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാനാണ് ചക്രവർത്തി, ഞാനാണ് രാജാവ്, ഞാനാണ് ഏറ്റവും വലിയ ശക്തിമാൻ, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, ഞാൻ മറ്റുള്ളവരെക്കാളും ഉയർന്നവനാണ് എന്നൊക്കെ പറഞ്ഞ അഹം ഞാൻ 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 എന്ന ഒരു ഭാവം എനിക്കുണ്ടായിരുന്നു. ഇനി എൻ്റെ കയ്യിൽ തരാൻ അത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ രാജ്യങ്ങൾ തന്നു, എൻ്റെ സർവസ്വം അങ്ങേക്ക് തന്നു. ഇനി എനിക്ക് തരാനുള്ളത് എൻ്റെ അഹങ്കാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വാമനമൂർത്തിയുടെ മുമ്പേ തല കുനിഞ്ഞിരുന്നു. ഭഗവാനും സന്തോഷത്തോട് മഹാബലിയുടെ തലയിൽ കാല് വെച്ചു. ഇതൊരു മഹാഭാഗ്യമാണ്. ഭഗവാന്റെ തൃപ്പാദം ലക്ഷ്മി ദേവിതോ പോലും നാരായണന്റെ അടുത്ത് ദിവസവും യാചിക്കുന്നത് അങ്ങയുടെ പാദത്തിൽ തന്നെ സ്ഥിരമായി താമസിക്കാനുള്ള ഭാഗ്യം തുളസിക്ക് കിട്ടി. സദാസമയം അങ്ങയുടെ പാദം സേവിക്കുന്ന എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. ഭഗവാന്റെ പാദം എടുത്ത് തലയിൽ വെക്കുന്ന ആ വലിയ കാരണം ആ ഒരു ഭാഗ്യം മഹാബലി ചക്രവർത്തിക്ക് കിട്ടി. മഹാബലി ഭയങ്കര സന്തോഷവാനായ, അത് അവിടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മഹാബലിയുടെ മകള്. ആദ്യം കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഈ അതിസുന്ദരനായ ബാലൻ ഉയർത്തെഴുന്നു വന്നപ്പോൾ ആ സ്ത്രീ വിചാരിച്ചു, എനിക്ക് ഇതുപോലെ ഒരു പുത്രൻ ഉണ്ടാകണം എന്ന് വിചാരിച്ചു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. പക്ഷെ അച്ഛന്റെ തലയിൽ വാമനമൂർത്തി കാല് വെച്ചപ്പോ ആ പെണ്ണ് വിചാരിച്ചു, അങ്ങനെ ഒരു കുട്ടി എനിക്ക് കിട്ടിയ എന്റെ അച്ഛനെയാണോ ദ്രോഹിച്ചത്, എന്റെ അച്ഛനെയാണോ ചതിച്ചത്, അങ്ങനെ ഒരു ആ കുട്ടി എനിക്കുണ്ടായ ഞാൻ തന്നെ വിഷം വെച്ച് കൊല്ലും എന്ന് വിചാരിച്ചു. ഭഗവാൻ ആ ആഗ്രഹത്തിനും അനുഗ്രഹിച്ചു. ഇത് പരസ്പര വിരുദ്ധമായ കോൺട്രഡിക്റ്റിംഗ് ആഗ്രഹമാണ്. നമ്മൾ ഭഗവാന്റെ മുമ്പേ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് പൈസക്കാരനാവണം, പക്ഷെ ഒരു ഭിക്ഷക്കാരനാവണം, നടക്കൂ. വലിയ ബുദ്ധിമാനായ ഒരു മണ്ടനായിട്ട് എനിക്ക് ജനിക്കണം, നടക്കൂ. ഇതൊക്കെ പരസ്പര വിരുദ്ധമാണ്. എനിക്ക് പുത്രനായി കിട്ടണം, സ്നേഹത്തോടെ ആ പുത്രന് ഞാൻ വിഷം വെച്ച്, പരസ്പര വിരുദ്ധമായ ഒരു ആഗ്രഹം. പക്ഷെ ഭഗവാൻ അത് നടത്തിക്കൊടുത്തു. ആരാണത്? വാമനമൂർത്തി, മഹാബലി ചക്രവർത്തിയുടെ മകൾ പിന്നീട് ആരായി ജനിച്ചു? പൂതനയായി ജനിച്ചു. പാല് കൊടുത്തത് കൊണ്ട് അമ്മയായി, പാലോട് ചേർത്ത് വിഷമം കൊടുത്തു. പക്ഷെ ഭഗവാൻ മരിക്കുന്നതിന് പകരം, ഭഗവാൻ എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതിന് പകരം പൂതനയുടെ പ്രാണൻ പോയി. ആ ഒരു ലീലയിൽ വേറെ പ്രോഗ്രാം, മെയിൻ പ്രോഗ്രാം മഹാബലിയുടെ കൂടെ നടക്കുന്ന, അതിന്റെ സൈഡിൽ കൂടെ ഈ പെണ്ണിന്റെ കൂടെ കൊടുക്കും. ഒരു ലീലയിൽ അനേകം ലീല ഭഗവാന്റെ. ഒരു കാരണത്തിനകം പുറകെ ആയിരം കാരണം. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഭഗവാന്റെ ലീല. ഒന്നിന്റെ പുറകെ ആയിരം കാരണം. അവിടെ ശുക്രാചാര്യ അവരുടെ കണ്ണു പൊട്ടിക്കുക, വാമനമൂർത്തി മഹാബലിയുടെ മകളെ അനുഗ്രഹിക്കുക, ഇപ്പുറത്ത് മഹാബലിയെ അനുഗ്രഹിക്കുക. ഒരേ പരിപാടി, ഒരേ സമയത്ത് പല ലീലകൾ. അതോടെ പ്രസിദ്ധമായ കഥ തീർന്നു. നാഗപാശം കൊണ്ടുവന്ന് മഹാബലിയെ കെട്ടി വലിച്ചോണ്ടു. മഹാബലി ഉള്ളുകൊണ്ട് വളരെ സന്തോഷവാൻ. ഭഗവാൻ എന്നെ ബന്ധിച്ച് നാഗം പാമ്പാണ് കയറായിട്ട് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അവിടെ പരീക്ഷിത്ത് വന്ന് പറയാ ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ, അങ്ങ് നരസിംഹമായി വന്നപ്പോ എനിക്കൊരു അനുഗ്രഹം കൊടുത്തു. എന്താണ്? എന്റെ 7 തലമുറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിൽ ദോഷവും തരില്ല, എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ. എനിക്കത് കുഴപ്പമില്ല, പക്ഷേ നാളെ പ്രപഞ്ചം അങ്ങയെ ദോഷിക്കും, അങ്ങയുടെ വാഗ്ദാനത്തിൽ ഇരുന്ന് അങ്ങ് പിന്മാറി എന്ന് ജനങ്ങൾ പറയും. അത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ പൂർവികരും എന്റെ പിൻഗാമികളും 7 തലമുറയെ അങ്ങ് രക്ഷിക്കും എന്നല്ലേ പറഞ്ഞത്. പ്രഹ്ലാദ് മഹാരാജാവിന്റെ മകൻ വിരോചനന്റെ എന്തുകൊണ്ട് 3-ാമത്തെ 4-ാമത്തെയാണ് ബലി, എനിക്ക് പേര് മറന്നു. 7 എന്ന് പറഞ്ഞ് 3-ഓ 4-ല്ലേ ആയുള്ളൂ. ഉടനെ വാമനമൂർത്തി ചിരിച്ചോണ്ട് പറഞ്ഞു,
പ്രഹ്ലാദ, ഞാൻ നിനക്ക് തന്ന വരദാനം നീ മറന്നാലും ഞാൻ മറക്കില്ല. ഒരിക്കലും നിന്റെ തലമുറയിലുള്ള ആർക്കും ഒരു ദോഷവും വരില്ല എന്ന് പറഞ്ഞ് ആ ക്ഷണം തന്നെ ആ നാഗപാശത്തിലിരുന്ന് മഹാബലി ചക്രവർത്തിയെ മോചിപ്പിച്ചു. സുതളത്തിൽ കൊട്ടുകൊടുത്തു. 3 വരദാനം കൊടുത്തു സുതളത്തിൽ. എന്തൊക്കെയാണ് 3 വരദാനം? ഫസ്റ്റ് സ്റ്റെപ്പ്, മുതൽ ചുവട് മണ്ണിൽ എന്താണ് പിടിച്ചെടുത്തത് ഭഗവാൻ? പാതാള ലോകം. അതിന് തുല്യമായി മഹാബലി, നിനക്ക് സുതളം എന്ന് പറഞ്ഞ് പാതാളത്തിൽ ഇന്ദ്രന്റെ കയ്യിൽ പോലും ഇല്ലാത്തത്, അമരാവതിയെ തോൽപ്പിക്കുന്ന ഒരു ഏറ്റവും വലിയ ഗ്രഹം നിനക്ക് ഉണ്ടാക്കിത്തരാം. മറ്റ് ദേവഗണങ്ങളെല്ലാം അത് കണ്ട് അസൂയ ഉണ്ടാകും. മുതൽ ചുവടിന് തുല്യമായ ഒരു അനുഗ്രഹം. രണ്ടാമത്തെ ചുവടിൽ ഭഗവാൻ എന്താ എടുത്തത്? രണ്ടാമത്തെ എന്താ? ഉപരിലോകങ്ങൾ 7 എടുത്തു. അടുത്ത ഒരു ജന്മം മഹാബലി നിനക്ക് ഉണ്ടെങ്കിൽ നീ ഇന്ദ്രനായി ജനിക്കും. ഇത് രണ്ടും ഭൗതികമായ ആഗ്രഹമാണ്. സുതളം എന്ന ഗ്രഹം ഉണ്ടാക്കി കൊടുത്തതും രണ്ടാമത്തെ സ്റ്റെപ്പിൽ വന്ന് ഇന്ദ്രനാക്കി തരാമെന്ന് പറഞ്ഞത്. പക്ഷെ മൂന്നാമത്തത് മഹാബലി എന്താ കൊടുത്തത്? എനിക്ക് തരാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സ്വയം തന്നെ താനെ സമർപ്പിച്ചത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അതിന് തുല്യമായി തന്നെ ഭഗവാൻ മഹാബലിക്ക് സമർപ്പിച്ചു. ഇനി സുതളം എത്ര കാലം നിൽക്കുമോ ഞാൻ കാവൽക്കാരനായി. ഭഗവാൻ സ്വയം കാവൽക്കാരനായി. ആരുടെ കാവൽക്കാരനായി? മഹാബലിയുടെ കാവൽക്കാരനായി. യേ യഥാം മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. നമ്മൾ ഭഗവാന് എന്ത് കൊടുക്കുന്നോ അത് പല ഇരട്ടി കിട്ടും. നിങ്ങൾ പൈസ ഭഗവാന് കൊടുത്താൽ 1000 ഇരട്ടിയായി പൈസ കിട്ടും. നിങ്ങൾ സമയം ഭഗവാന് കൊടുത്താൽ ഭഗവാൻ തിരിച്ച് നിങ്ങൾക്ക് സമയം തരും. നിങ്ങൾ സ്നേഹം കൊടുത്താൽ ഭഗവാൻ തിരിച്ച് സ്നേഹം തരും. നമ്മൾ നമ്മളെ തന്നെ ഭഗവാന് കൊടുത്താൽ ഭഗവാൻ തിരിച്ചെന്ത് തരും? ഭഗവാനെ തന്നെ നമുക്ക് തരും. അതാണ് ഈ ശരണാഗതിയിൽ സംഭവിച്ചത്. അങ്ങനെ പിന്നീട് ദശലക്ഷം വർഷം വാമനമൂർത്തി മഹാബലി ചക്രവർത്തിയുടെ കാവൽക്കാരനായി സുതളത്തിലിരിക്കുകയാണ്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഒരു ദിവസം രാവണൻ പോകുന്നത്. രാവണൻ അറിഞ്ഞു തന്റെ 3 മാമന്മാരുടെ കയ്യിലിരുന്ന് ഇവരുടെ ഒരു പൂർവികൻ മഹാബലി ഇപ്പോഴും സുതളത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹാബലി വിചാരിച്ചാൽ ശ്രീരാമന് നിസാരമായി കൊല്ലാൻ പറ്റും. അതുകൊണ്ട് നിന്റെ പൂർവികരായ ദൈത്യവംശത്തിലുണ്ടായ ഒരു രാജാവ് ഇപ്പോഴും സുതളത്തിൽ ബാക്കിയുണ്ട്. ആര് ബാക്കിയുണ്ട്? മഹാബലി ബാക്കിയുണ്ട്. ചെന്ന് കൂട്ടുപിടിക്കാൻ ആരോ ഒരു മണ്ടൻ രാവണന് ഉപദേശിച്ചു കൊടുത്തു ശ്രീരാമനെ തോൽപ്പിക്കാൻ. അങ്ങനെ രാവണൻ നേരെ ചെന്ന് സുതളത്തിലേക്ക്. അവിടെ പോയപ്പോ തേജസ്വിയായ ഒരു വ്യക്തി, അതിസുന്ദരനായി ശക്തിമാനായി തേജസ്വിയായ ഒരു വ്യക്തി വാതിലിൽ നിൽക്കുന്നു. രാവണൻ വിചാരിച്ചു, ഞാൻ കേട്ടത് സത്യമാണ്. കാവലിൽ തന്നെ ഇത്രയും സുന്ദരനായ ദേവനെ പോലെ ഒരാൾ നിൽക്കുമെങ്കിൽ ഈ രാജ്യത്തിലുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും? അവിടെ കാവലിൽ നിൽക്കുന്നത് ആരാ? വാമനമൂർത്തിയാ കാണുന്ന രാവണൻ. പറഞ്ഞു, മഹാബലി ചക്രവർത്തി വളരെ തിരക്കിലാണ്, അങ്ങ് എന്താ വന്ന കാര്യം അറിയിക്കുക. രാവണൻ അതൊരു ഇൻസൾട്ടായി. കാവൽക്കാരൻ്റെ അടുത്ത് പറയേ ഞാൻ ആരാ, എന്തിനാ വന്നെന്ന്. കുറച്ചു നേരം കാത്തിരിക്കാം. കുറെ നേരം കാത്തിരുന്നു. വാമനമൂർത്തി പറഞ്ഞു, കാത്തിരുന്നിട്ട് പ്രയോജനമില്ല. ഞങ്ങളുടെ രാജാവിനെ കാണണമെങ്കിൽ നീ വന്ന കാര്യം എന്താണെന്ന് പറയണം. അപ്പൊ വാമനമൂർത്തി പറഞ്ഞു, രാവണൻ പറഞ്ഞു, വലുതായിട്ട് ഒരു കാര്യമൊന്നുമില്ല. എന്റെ രാജ്യത്തിൽ രാമൻ എന്ന് പറഞ്ഞ ഒരു നരൻ എൻ്റെ അടുത്ത് യുദ്ധത്തിന്, ഒരു സാധാരണ, ഞാൻ തോൽപ്പിക്കും, പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒന്നിങ്ങോട്ട് വന്നേ അകത്ത് കടത്തി വിട്ടു. രാവണൻ ചെന്ന് മഹാബലി ചക്രവർത്തി എടുത്ത് നടന്ന കഥയെല്ലാം പറഞ്ഞു. മഹാബലി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും. എന്താണ്? അവിടെ ഒരു ടാങ്കിൽ വെള്ളം നിറച്ച്, വലിയ ഒരു കരിങ്കല്ല് ടാങ്ക്, അതിൽ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇതൊന്ന് കമർത്തി വെള്ളം കളഞ്ഞിട്ട് ഇത് കൊണ്ടുവന്നാൽ മതി. രാവണൻ പറഞ്ഞു, നിസ്സാരമായ കാര്യം, ഞാൻ ഇപ്പൊ ചെയ്തു തരാം. അവിടെ ചെന്നിട്ട് ഈ ടാങ്കിനെ തള്ളുന്നോ ഉന്തുന്നോ പിടിച്ച് മാറ്റി ഒന്നും അനങ്ങണില്ല.
ക്ഷീണിച്ച് തിരിച്ചു വന്ന രാവണൻ മഹാബലി എടുത്ത് പറഞ്ഞു, അതെന്താണ് സാധനം, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ മഹാബലി പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ എല്ലാം അപ്പൂപ്പന്റെ കമ്മലായത്. ആരാണ്? ഹിരണ്യകശിപു, എന്റെ മുത്തശ്ശൻ, ഏകദേശം നിന്റെയൊക്കെ മുത്തശ്ശനായിട്ട് വരും. ആ ഹിരണ്യകശിപുടെ കമ്മലാണ് ആർക്കും അനക്കാൻ പറ്റാത്ത കൊണ്ട് അതിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഈ കമ്മൽ ചെവിയിൽ അണിഞ്ഞ ആളെ കൊല്ലാനാണ് നീ കൊല്ലാൻ എന്നെ സഹായിക്കുക, എന്റെ സഹായം അന്വേഷിച്ചു വന്നിരിക്കണം. ഈ കമ്മൽ ആരാണോ അണിഞ്ഞിരുന്നത് ആ വ്യക്തിയെ നിസ്സാരമായി കൊന്ന വ്യക്തിയെ കൊല്ലാൻ നീ എന്നെ കൂട്ടി വിളിക്കാമോ? എന്തെങ്കിലും മനസ്സിലായോ? രാവണന് എല്ലാം മനസ്സിലായി. അതേ സ്പീഡിൽ തിരിച്ചു പോയി. ഒരു വളരെ മനോഹരമായ ലീലയാണ് ഈ വാമനമൂർത്തിയുടെ ലീല. സോ ഓണത്തിനും നമുക്ക് ഇന്ദ്രനെ പോലെ ഭഗവാനെ പ്രാർത്ഥിക്കാതെ ആരെ പോലെ പ്രാർത്ഥിക്കണം? മഹാബലി ചക്രവർത്തിയെ പോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം. വരും ദിവസങ്ങൾ, വരും കാലം അതുപോലെ നല്ലതായിരിക്കാം. ശ്രീ ശ്രീ കൃഷ്ണ ബലരാമ കീ ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ
ഹരേ കൃഷ്ണ. വരുന്ന 14-ാം തീയതി അഷ്ടമി രോഹിണി, അടുത്ത ശനിയോ ഞായറോ? ഞായർ 14-ാം തീയതി അഷ്ടമി രോഹിണി. ഇന്നിവിടെ മുഴുവൻ ദിവസവും പരിപാടികളുണ്ട്. രാവിലെ കുട്ടികളുടെ, അതായത് 3-4 സ്കൂളിലൂടെ ഗൗരവപ്രിയ മാതാജി ഉണ്ടോ? ഒരു അനൗൺസ് ചെയ്യോ? ഒരു 3 സ്കൂളുകളിൽ ചിത്രരചനാ മത്സരം അവർ നടത്തുന്നുണ്ട്. കേന്ദ്രീയ വിദ്യാലയ, ആര്യ സെൻട്രൽ സ്കൂൾ, ചിന്മയ മിഷൻ, 3 സ്കൂളുകൾ. സോ അന്ന് 14-ാം തീയതി രാവിലെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടാകും. ആരെക്കെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ ഗൗരവപ്രിയ മാതാജിയെ സമീപിക്കുക. അതിൻ്റെ നിയമങ്ങളും നിയമാവലികളും മാതാജി പറയും. അന്ന് രാവിലെ കുഞ്ഞുങ്ങളുടെ ഫാൻസി ഡ്രസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകും. വൈകുന്നേരം 14-ാം തീയതി വൈകുന്നേരം ഇവിടെ അഷ്ടമി രോഹിണി മഹോത്സവം, ഭഗവാന്റെ ഊഞ്ഞാൽ സേവ, ഗോപാൽജിക്ക് അഭിഷേകം, ഇതെല്ലാം 14th ഉണ്ടാകും. ഇവിടെ മാത്രമല്ല, അന്നത്തെ ദിവസം നമ്മുടെ 4-5 സ്ഥലത്ത് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. കൊല്ലത്ത് ആശ്രമം NSS ഹാളിൽ വെച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതേ ദിവസം തൃപ്പാദപുരം നമ്മുടെ സത്സംഗ കേന്ദ്രത്തിലും പ്രോഗ്രാം നടക്കുന്നുണ്ട്. കാട്ടാക്കടയിലുണ്ട്. കരമനയിൽ എവിടെ വെച്ചാണ്? നളന്ദ സ്കൂൾ, നളന്ദ ഓഡിറ്റോറിയം. എവിടെയത്? കാലടി നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് പല സ്ഥലങ്ങളിൽ ആ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ വരുന്ന വ്യാഴാഴ്ച മഹാജൻ പ്രഭു വളരെ ഒരു മുതിർന്ന ഭക്തനാണ് തിരുവനന്തപുരത്ത്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ശരീരം വിടഞ്ഞു. അദ്ദേഹത്തിൻ്റെ 16 മറ്റ് ചടങ്ങുകളും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് വ്യാഴാഴ്ചയുണ്ട്. കൃഷ്ണബലരാം ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക പരിപാടിയുണ്ട്. ഗായത്രി ഉണ്ടോ ഇവിടെ? ആർക്കെങ്കിലും അവരുടെ കുഞ്ഞുങ്ങൾ 8-ാം ക്ലാസ് മുതൽ 9, 10 കോളേജിലൊക്കെ പഠിക്കുന്ന ഗേൾസിന് പ്രത്യേകം അവരുടേതായ ഗീതാ ക്ലാസും ശ്ലോകം പഠിക്കുന്നതും തത്വങ്ങൾ പഠിക്കുന്നതും കീർത്തനങ്ങൾ ഇതൊക്കെയുള്ള പ്രോഗ്രാമാണ്. ആർക്കെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് അതിൽ പങ്കെടുക്കാനോ അതിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഗായത്രിയെ സമീപിക്കുക. അതേ സമയത്ത് ഇവിടെ ഒരു ലേഡീസ് പ്രോഗ്രാമുമുണ്ട്, അതിനും ഗായത്രിയെ സമീപിക്കുക. പിന്നെ ഇന്നത്തെ ദിവസം ഭദ്രപൂർണിമ വളരെ വിശേഷപ്പെട്ട ഒരു സുദിനം. അതായത് ശ്രീമദ് ഭാഗവതം ഗംഗാതീരത്തില് പരീക്ഷിത് രാജാവും ശുകമഹർഷിയും അവരുടെ 7 ദിവസത്തെ സംവാദമുണ്ടായിരുന്നു. അത് തീരുന്നത് ഭാദ്രപൂർണിമ 7-ാം ദിവസം. ഭാഗവതം ചർച്ച തീരുന്നത് ഇന്നത്തെ ഈ ഭാദ്രപൂർണിമ ദിവസമാണ്. ഈ ദിവസം പരീക്ഷിത് ഭാഗവതം കേട്ട് അവസാനിക്കുകയും ശുകമഹർഷി അവിടെ നിന്ന് വിടവാങ്ങി ചെല്ലുകയും പരീക്ഷിത് മഹാരാജാവിന് മോക്ഷപ്രാപ്തി ഉണ്ടായതുമായ ദിവസമാണ് ഇന്നത്തെ ദിവസം ഭാദ്രപൂർണിമ. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം പറയുന്നു, ഇന്നത്തെ ദിവസം ഭാഗവതത്തിനെ പൂജിക്കുക, ഭാഗവതത്തിനെ മേടിക്കുക, ഭാഗവതം വായിക്കുക, ഭാഗവതം ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഭാഗവതം വിതരണം ചെയ്യുക. ഏതെല്ലാം രീതിയിൽ ഭാഗവതത്തിനെ സേവിച്ചാലും ഇന്നേ ദിവസം മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്ന് പറയുന്നു. എല്ലാവരുടെ വീട്ടിലും, ഹിന്ദുക്കളായ എല്ലാവരുടെ വീട്ടിലും ഭാഗവതം ഉണ്ടായിരിക്കണം. ഭാഗവതം ഇന്ന് പ്രഭുപാദരുടെ കൃപ കൊണ്ട് ലോകത്തിലുള്ള ഏകദേശം ഭൂരിപക്ഷം ഭാഷകളിലും തർജ്ജിമ ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും ഉണ്ട്. 18 വോള്യൂമാണ് മേലെ വെച്ചിരിക്കുന്നത്. 1-ാം സ്കന്ധം മൊത്തം 18 പുസ്തകമാണ്. 18,000 ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭാഗവതം. ഒരു മനുഷ്യായുസ് കൊണ്ട് തീർച്ചയായിട്ടും അത് വായിക്കണം. അപ്പൊ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഭാഗവതം മേടിക്കാൻ, ഇന്നത്തെ ദിവസം സുദിനം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ
ഗിരിരാജ് പ്രഭുവിനെ സമീപിക്കുക. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഗിരിരാജ് പ്രഭുവിനെ സമീപിക്കുക. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത. देवा जय जय भागवत, जय जय राधा कृष्ण स्वरूप, जय जय भागवत देवा, जय जय भागवत देवा, ഗിരിരാജ് പ്രഭുവിന്റെ അടുത്ത് ഇന്നത്തെ ദിവസം ഭാഗവതം സ്വീകരിക്കാൻ പേര് തന്നിട്ടുള്ളവർ മുന്നോട്ട് വരിക. വിനീത മാതാജി, ഷീബ മാതാജി, ലക്ഷ്മി മാതാജി, ശിവദാസ് പ്രഭു. എവിടെ? ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം കീ ഹരേ കൃഷ്ണ. എനിക്കറിയില്ല, താഴെയുണ്ട് ബോക്സ്. ഷീബ മാതാജി, ശിവദാസ് പ്രഭു, ഇനി ഒരാളല്ല, ലക്ഷ്മി മാതാജി. ആരും ഇല്ലല്ലോ.